ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യുമായിരുന്നു എന്നൊരു പദം പറഞ്ഞു കേട്ടതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. मेरे बारे में भैया ने बताया कि मैं सुबह से रात तक मैं काम करता हूँ. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചേച്ച് ബൈബിളിൽ പോകാം. मेरी अनुभव से एक दो चीज़ें बता करके मैं वचन की ओर हम चलते हैं. ഞാൻ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട അന്ന് ദൈവം എന്നോട് പറഞ്ഞു, ഒരു ഉണർവിന് വേണ്ടിയാണ് നിന്നെ വേർതിരിക്കുന്നത്. मैं जब उद्धार प्राप्त किया था, परमेश्वर ने मुझसे कहा था कि एक भारत देश की एक बड़ी बेदारी के लिए मैंने तो आपको नियुक्त किया है. അതിനെ തുടർന്ന് ദൈവാത്മാവ് പറഞ്ഞു, തെക്കേ ഇന്ത്യയിൽ നിന്ന് ഒരു ഉണർവിൻ്റെ ജ്വാല പുറപ്പെടും, വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒരു നശീകരണത്തിൻ്റെ വാൾ ഉയരും, ഇവ തമ്മിൽ കൂട്ടിമുട്ടും. उस उत्तर भारत से एक नाश की तलवार दक्षिण की ओर बढ़ेगा, और दक्षिण से उत्तर की ओर बढ़ने वाली एक आग है, आग की ज्वाला, उसको दोनों टकराएगा. ഇവ തമ്മിൽ കൂട്ടിമുട്ടും, അതിനുശേഷം ഭാരതം സുവിശേഷീകരിക്കപ്പെടും. ആ ഉണർവിൽ നീയും ഉണ്ടായിരിക്കും. उस समय पर भारत सुसमाचार सुनेंगे और बड़ी बेदारी होगा. उस समय पर तुम भी रहेगा. നീ ഒരു പട്ടാളക്കാരനായിരിക്കും, ലോകത്തിനു വേണ്ടിയും ദൈവത്തിനു വേണ്ടിയും യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരനായിരിക്കും. तो परमेश्वर के लिए और इस धरती के लिए भी, संसार के लिए भी युद्ध करने वाला एक सैनिक बनकर रहोगे. കർത്താവ് ഇതുവരെ നടത്തി, അതുകൊണ്ട് കർത്താവിനെ വാഴ്ത്തുന്നു. परमेश्वर अब तक चलाए, उसके लिए प्रभु की धन्यवाद देना चाहता हूँ. 1981 ഞാൻ തെക്കേ ഇന്ത്യയിലേക്ക് ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നു. सन 1981 में मैंने भारत बेंगलोर की ओर में ट्रांसफर होकर आया. അന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു ചർച്ചിലോട്ടാക്കും, ഒരു ചെറിയ ചർച്ചാണ്, അവിടുന്ന് ഒരു ഉണർവ് സ്റ്റാർട്ട് ചെയ്യും, ഞാൻ നിന്നെ വളർത്തും. उस समय पर मैं बेंगलोर में एक चर्च में डालूंगा और चर्च छोटा रहेगा, मैं उधर से मैं आपको बढ़ाऊंगा. 22 അംഗങ്ങളുടെ ഒരു ചർച്ചിൽ ദൈവം എന്നെ കൊണ്ടാക്കി. 22 सदस्य रहने वाली कलीसिया प्रभु ने मुझे लेकर आए. അന്ന് മുതൽ ഇന്ന് വരെ കഴിവുള്ളിടത്തോളം കർത്താവിന് വേണ്ടി ചെയ്തു. उस समय से अब तक प्रभु ने जितना मुझसे होगा उतना प्रभु के लिए मैंने काम किया हूँ. ഞങ്ങളിവിടെ താമസിക്കുന്നത് RT നഗർ ഏരിയയിലാണ്. आठनगर एरिया में मैं रहता हूँ. RT നഗർ, ഹെബ്ബാള്, ഈ ചുറ്റുവട്ടങ്ങൾ മൊത്തം എടുത്താൽ ഞാൻ എൻ്റെ സൈക്കിളിൽ യാത്ര ചെയ്യാത്ത ഒരു സബ് ലൈനുകൾ പോലും റോഡിലില്ല. आठनगर, हेब्बाल और इस पूरे इलाके में ऐसे एक जगह नहीं है जहाँ पे, ऐसे एक रास्ता नहीं है जहाँ पे मैंने यात्रा ना किया हूँ. ഇന്ന് അങ്ങനെ പ്രവർത്തിക്കുന്നത് പ്രയാസമാണ്. ऐसे हम लोग देखने के लिए मुझसे बहुत मुश्किल होगा. എങ്കിലും അന്ന് അതിന് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആ കാലത്ത് ഞാനത് ചെയ്തു. उस समय में मुझे थोड़ा और आज़ादी था, मैं कर रहा था. ഇന്ന് സമർപ്പിക്കുവാൻ താല്പര്യമുള്ള ചിലരുണ്ടെങ്കിൽ അവർ കർത്താവിന് വേണ്ടി നിന്നാൽ നിങ്ങളെയും ദൈവം ഉപയോഗിക്കും. यदि आप समर्पण करने के लिए तैयार है तो आप लोगों के लिए प्रभु आप उपयोग करेंगे. നമുക്ക് തുടർന്ന് ദൈവത്തിന്റെ വചനത്തിലേക്ക് പോകാം. हम वचन के हम चलते हैं. ഇന്നലെ ശാപത്തിന്റെ കാരണങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. कल हम शाप के कारणों के बारे में हम लोग देखे हैं. ഇന്ന് ശാപത്തിൽ നിന്നുള്ള വിമോചനത്തെ കുറിച്ച് പറയാൻ പോവാം. आज शाप की छुटकारा कैसे मिलेगा हम देखते हैं. ആവർത്തന പുസ്തകം 30 അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ വായിച്ചാൽ व्यवस्था विवरण 23वें अध्याय के 19 और 20 अगर आप पढ़ेंगे, അനുഗ്രഹങ്ങളും ശാപങ്ങളും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ദൈവം സാക്ഷിയായി വിളിച്ചു നിർത്തി. आशीष और श्राप मैंने हमारे सामने रखे हैं, ये बताने के लिए परमेश्वर ने आकाश और धरती को गवाह ठहराया. വേറൊരു ഭാഷയിൽ ഈ ആകാശവും ഈ ഭൂമിയും നിലനിൽക്കുന്നിടത്തോളം അനുഗ്രഹങ്ങളും ശാപങ്ങളും ഉണ്ടായിരിക്കും. दूसरे मतलब में अगर हम देखेंगे तो इस धरती पर जब तक ये आकाश और धरती रहेगा तब तक आशीष और श्राप रहेगा. എന്നാൽ നമ്മുടെ ശാപത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് ദൈവം, പിതാവായ ദൈവം പുത്രനാകുന്ന യേശുവിനെ ഒരുക്കി. परंतु हमारे इस धरती को श्राप से छुड़ाने के लिए परमेश्वर ने अपने बेटे यीशु मसीह को तैयार किए. ഗലാത്യ ലേഖനം 3 അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. गलाती की पत्री 3 अध्याय के 13 और 14 आयत. മരത്തിന്മേൽ തൂങ്ങുന്നവനൊക്കെയും ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. काट पर लटकाया गया हर एक व्यक्ति श्रापित होगा. उसी तरीके से परमेश्वर हमारे लिए व्यवस्था के अनुसार हमारे लिए श्रापित हुआ. ഒന്നുകൂടെ വായിക്കാം. മരത്തിന്മേൽ തൂങ്ങുന്നവനൊക്കെയും ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ जो कोई काट पर लटकाया गया वो श्रापित रहेगा. യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. यीशु मसीह हमारे लिए श्रापित हुआ. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. इस व्यवस्था के श्राप के अधीन से प्रभु हमें खरीदा गया. എന്നെയും നിങ്ങളെയും ശാപത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് യേശു തന്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി. यीशु मसीह आपको और मुझे आप इस श्राप के अधीन से आजाद करने के लिए अपने लहू को, अपने दाम चुकाकर परमेश्वर ने हमें आजादी की है. രക്തം കൊടുത്തു എന്ന് പറയുമ്പോൾ എത്രയും രക്തം കൊടുത്തു എന്നും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. जब लहू दिया गया, कितना लहू दिया गया मैं बताऊंगा. ഇന്ന് ലൂസിഫറുമായി ഒരു കവനന്റ് റിലേഷനിൽ വരുന്ന പലരും ഉണ്ട്. आज लूसीफर के साथ एक बादशाह में बांधने वाले बहुत सारे लोग हैं. അവരും രക്തം കൊടുത്തു മാത്രമേ ആ കവനന്റ് റിലേഷൻ ചെയ്യാൻ ഒക്കത്തുള്ളൂ. वे लोग भी उस बादशाह में अपने लहू देकर ही बादशाह बांधते हैं. അവരവരുടെ കൈ മുറിച്ച് 1-2 തുള്ളി രക്തം ഒഴിച്ചു കൊടുക്കും. वो अपने हाथ को चोट पहुंचाकर घाव करके
एक या दो बूंद लहू देकर वो वाचा बांधते हैं, ഇല്ലെങ്കിൽ ആ രക്തത്തിൽ ഒരു പെന്ന് മുക്കി ആ രക്തം കൊണ്ട് ഒരു ഉടമ്പടി എഴുതും. नहीं तो वो लहू के अंदर एक पेन डुबाकर उस पेन से लिखते हैं. ഇത് രണ്ടും അല്ലെങ്കിൽ ആ പെന്നുകൊണ്ട് അവര് ഫൈനലി ഒപ്പിടും. अगर वो नहीं है तो एक पेन से उस लहू के अंदर डुबाकर वो दोनों हस्ताक्षर डालते हैं. അങ്ങനെ ധാരാളം ആളുകളുണ്ട്. ऐसे बहुत सारे लोगों को हम देख पाएंगे. അവർ ലൂസിഫറിന് കൊടുക്കുന്നത് 2-3 ഡ്രോപ്പ് രക്തം മാത്രമേ ഉള്ളൂ. वह लूसीफर को 1 या 2 बूंद लहू ही देता है. യേശുവിന്റെ അവസാനത്തെ തുള്ളി രക്തവും മൊത്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. परंतु यीशु मसीह हमारे लिए अपनी आखिरी बूंद लहू भी हमारे लिए बहा के दिया. ജീവൻ നമുക്ക് വേണ്ടി വെച്ചു. अपने जीवन हमारे लिए अर्पण किया. യേശു നമ്മെ വിലയ്ക്ക് വാങ്ങി. यीशु हमें अपने दाम चुकाकर खरीदा. ഇനിയും അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് തരേണ്ടതിന്, अब्राहम की आशीष हमारे पर हमें देने के लिए, ക്രിസ്തു ജാതികൾക്ക് വേണ്ടി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. अब्राहम की आशीष मसीह यीशु में अन्य जातियों तक पहुंचने के लिए हम विश्वास के द्वारा उस आत्मा के प्राप्त कर रहे ताकि उसकी प्रतिज्ञा हुई है. ഇവിടെ അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. इधर अब्राहम की आशीष का मतलब क्या है? എനിക്കത് മുഴുവൻ വിശദീകരിക്കാൻ ഒക്കത്തില്ല. ये पूरा ब्यौरा देने के लिए मुझसे नहीं होगा. ഒരു കാലഘട്ടത്തിൽ ലോകം മുഴുവനും പാപത്തിലകപ്പെട്ടു. एक जमाने पर इस पूरी संसार पाप में था. ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തോട് ചേർന്ന് ബാബേൽ കോട്ടയുടെ നിർമ്മാണത്തിങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ ജനവും പാപത്തിലകപ്പെട്ടു. उत्पत्ति 10 और 11 में अगर पढ़ेंगे तो बाबेल का गुंबद या मीनार बनाने तक सब लोग पाप में आ चुका था. ഒരുപാട് പേർക്ക് മനസ്സിലാകാത്ത വലിയ തത്വങ്ങളിലൂടെ ഞാൻ പോകുന്നത്. ऐसे अनेक लोग समझ ना समझे ऐसे बहुत गहरी बातों को मैं बताऊंगा. ഇന്നലെയും കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ദിവസവുമായി ഞാൻ പറഞ്ഞു, സാത്താന്റെ ശക്തികൾ ഭൂമിയിൽ ഇറങ്ങി മനുഷ്യനെ സാത്താന്റെ വഴിയിൽ നടത്തി. इस धरती पर मनुष्य के पुत्रों को नाश कराने के लिए, उनको बिगाड़ने के लिए परमेश्वर के पुत्र या निकले हुए दूत लोग आए. ശരീരത്തെ കളർ തേച്ചു, ശരീരത്തെ കിഴുത്തയിട്ടു, ആഭരണങ്ങൾ ധരിപ്പിച്ചു. ഇങ്ങനെ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ നിന്നും സ്വരൂപത്തിൽ നിന്നും മനുഷ്യനെ അകറ്റി കളഞ്ഞു. शरीर में रंग डालने के लिए उनको प्रेरणा दिए, छेद लगाने के लिए प्रेरणा दिए, आभूषणों को धारण करने के लिए प्रेरणा दिए. ऐसे वे लोग परमेश्वर की राहों से हटा दिए. മനുഷ്യന്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്തി. मनुष्य के स्वभाव में, चरित्र में परिवर्तन आया. ബാബേൽ കോട്ടയുടെ പണി നടക്കുമ്പോൾ बाबेल की इस इमारत की बनाते वक्त മന്ത്രവാദ ശക്തികളാൽ ഈ മുഴുഭൂമിയും പിശാചിന്റെ കയ്യിൽ വിട്ടുകൊടുക്കുവാൻ വീണ്ടും മനുഷ്യൻ തീരുമാനിച്ചു. जादू टोना के द्वारा इस धरती को शैतान के हवाले करने के लिए पुनः एक प्रेरणा हुआ. ഈ സാഹചര്യത്തിൽ ദൈവം മനുഷ്യനെ ഉപേക്ഷിച്ചു. उस समय पर परमेश्वर ने मनुष्य को त्याग दिए. മൊത്തം വിശദീകരിക്കാൻ നിശ്ചയമായിട്ട് ഒക്കത്തില്ല. ये पूरा बनाने के लिए, बोलने के लिए आपसे मुझसे नहीं होगा. അന്ന് ദൈവം മുഴുവൻ മനുഷ്യനോടും പറഞ്ഞു, പൊയ്ക്കോ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു. ऐसे ही परमेश्वर ने सारे इंसानों को कहा कि आपको जो मन चाहे तरीके से अपने लोग जी लेना. പക്ഷേ എനിക്ക് മനുഷ്യനോടുള്ള വാഗ്ദത്തം നിവർത്തിക്കേണ്ടതിന് വേണ്ടി ഒരു വ്യക്തിത്വത്തെ എനിക്ക് വേണം, ഒരു ഒറ്റപ്പെട്ട വ്യക്തിത്വം. परंतु मैं मनुष्य के साथ संपर्क बनाने के लिए मुझे बस केवल एक इंसान काफी है. അതിനുവേണ്ടി അബ്രഹാമിനെ ദൈവം വേർതിരിച്ചു. उसके लिए परमेश्वर ने अब्राहम को तैयार किया. അദ്ദേഹത്തിന്റെ പഴയ പേര് അബ്രാം എന്നായിരുന്നു. उनका पुराना नाम अब्राहम था. അദ്ദേഹത്തിന്റെ ഭാര്യ മച്ചിയായിരുന്നു, മക്കളില്ലാത്തവളായിരുന്നു. उनकी पत्नी बांझ थी, बच्चे नहीं थे. ദൈവം അബ്രാമിനെ വിളിച്ചു. परमेश्वर अब्राहम को बुलाए. അബ്രാമിനോട് പറഞ്ഞു, നീ ഒരുത്തൻ എന്നെ ആരാധിക്കണം. परंतु परमेश्वर ने कहा कि तू अब मुझे आराधना करना. എനിക്ക് രണ്ടുപേരെ വേണ്ട, ഒറ്റയാളിനെ മതി. मुझे दो लोगों की जरूरत नहीं है, केवल एक काफी है. നിശ്ചയമായും അബ്രാമിനെ വിളിച്ചപ്പോൾ തന്റെ ഭാര്യ സാറായി ആ വിളിയിൽ ഉൾപ്പെട്ടു. जब निश्चय रूप से अगर हम देखेंगे तो परमेश्वर अब्राहम को बुलाते वक्त अपनी पत्नी भी उनके साथ थे. ഭൂമിയിലുള്ള മുഴുവൻ ജനത്തെയും മറുവശത്തേക്ക് തള്ളി. इस धरती के सारे लोगों को प्रभु ने हटा दिए. അബ്രാം എന്ന ഒരുത്തനോട് ദൈവം പ്രമാണം ചെയ്തു. और केवल अब्राहम उस व्यक्ति के साथ प्रभु ने वाचा बांधे. ഒന്ന്, അദ്ദേഹത്തിന്റെ പേര് മാറ്റി അബ്രഹാം എന്നാക്കി. एक अपना नाम बदलकर अब्राहम डाले. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് സാറായി എന്നായിരുന്നു, അത് മാറ്റി സാറ എന്നാക്കി. उसके पत्नी का नाम साराई थे, परंतु उनका नाम बदलकर सारा बना डाले. രണ്ട്, അവരോട് പറഞ്ഞു, നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും സ്വദേശത്തെ വിട്ട് അകലേക്ക് പോകണം. तू अपने परिवार, अपने घराने, अपने कुटुंबियों को छोड़कर मैं जिस देश दिखा रहा हूँ उस देश की ओर चलना. ഇന്ന് വരെയുള്ള യാതൊരു സമ്പ്രദായങ്ങളും നീ ആചരിപ്പാൻ പാടില്ല. आज तक जो संप्रदाय, जो परंपरा है उसको आचार नहीं करना है. ഞാൻ നിനക്കൊരു അല്പം സ്ഥലം തരാം. मैं थोड़ा जगह आपको दे दूंगा. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എത്ര സ്ഥലമാണ് കൊടുത്തതെന്ന്? कोई जानते हैं कितना जगह? ഫ്രാത്ത് മുതൽ മഹാനദി വരെ ഇസ്രായേൽ രാജ്യം ഞാൻ നിനക്ക് തരാം. फ्रात से लेकर के महानद तक परमेश्वर ने इजराइल नाम का जगह दे देंगे. ഇസ്രായേലിന്റെ വലിപ്പം എന്നാ ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയാവോ? इजराइल के जो चौड़ाई उसके कितना बड़ा है आप जानते हैं? മുഴുവൻ ഭൂമിയെയും കൂടെ നമ്മൾ എടുത്താൽ, अगर पूरी इस धरती को अगर आप ആ लेंगे, മുഴുവൻ ഭൂമിയെ 25 ലക്ഷം കഷ്ണങ്ങളായി മുറിച്ചാൽ, अगर इस पूरी धरती को
25 लाख टुकड़ा अगर बनाएंगे, അതിലെ ഒരു കഷണമാണ് ഇസ്രായേൽ രാജ്യം. 25 लाख टुकड़े में से एक टुकड़ा है इजराइल राज्य. ആകപ്പാടെ ഭൂമിക്ക് ഏതാണ്ട് 510 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉണ്ട്. इस पूरे धरती को 510 स्क्वायर किलोमीटर मिलियन स्क्वायर किलोमीटर है. ഇസ്രായേലിന്റെ വലിപ്പം 22,000 ശിഷ്ടം സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. परंतु इजराइल की जो चौड़ाई जो है 22,000 किलोमीटर स्क्वायर किलोमीटर ही है. എന്ന് പറഞ്ഞാൽ ഈ മുഴുവൻ ഭൂമിയും കൂടെ 25 ലക്ഷമായി പകുത്താൽ, अगर पूरी धरती को अगर आप 25 लाख टुकड़ों में अगर बांटेंगे, അതിലെ ഒരു കഷണം ഞാൻ നിനക്ക് തരാം. उसमें से एक छोटा टुकड़ा मैं आपको दे दूंगा. അത് മതി, നിന്നേക്കാൾ വലിയൊരു ജാതി ഉണ്ടാകത്തില്ല. वो काफी है, तेरे समान और कोई जाति इस धरती पर नहीं रहेगा. ഞാൻ നിന്നെ വളർത്തിക്കോളാം, मैं आपको बढ़ाऊंगा, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, मैं आपको आशीष करूंगा. ഞാൻ പറയുന്ന പോലെ നീ നടന്നേ പറ്റൂ. मेरे कहने के अनुसार ही चलना है. സകല നിയമങ്ങളും നീ എന്റേത് പാലിക്കണം. मेरी सारी आज्ञाओं को ही पालन करना है. അങ്ങനെ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ऐसे परमेश्वर ने अब्राहम को परमेश्वर ने आशीष किए. യേശുവിന്റെ കാൽവരി മരണം എന്തിനായിരുന്നു? यीशु मसीह की क्रूस की मृत्यु किस लिए जरूरी था? അബ്രഹാമിന് കൊടുത്ത അധികാരം, അവകാശം, അനുഗ്രഹം നമുക്കും കൂടെ വരുവാൻ. अब्राहम को दिया गया आशीष और वो अधिकार हमारे अंदर प्रभु देने के लिए, നമ്മുടെ മേലുള്ള ശാപങ്ങൾ തുടച്ചു മാറ്റിക്കൊണ്ട് हमारे ऊपर जो श्राप था उसको हटाकर അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം നമുക്ക് തരേണ്ടതിന് अब्राहम की आशीषों को हमें देने के लिए യേശു കാൽവരിയിൽ മരിച്ചു. यीशु मसीह कल क्रूस पर मरे. ബൈബിളിൽ വേറൊരു ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. बाइबल में दूसरी भाषा में कह रहे हैं, കാട്ടൊലിവായിരുന്ന ആ കാട്ടൊലിവിൽ നിന്നൊരു കമ്പ് വെട്ടി ആ നിന്നെ കൊണ്ടുവന്ന് ഫലപ്രദമായി ഒലിവിനോട് ഒട്ടിച്ചു ചേർത്തതുപോലെയാണ് നീ. जंगली जैतून की एक डाली को काटकर सच्चा जैतून के पेड़ के साथ प्रभु ने साटा गया है. വിശുദ്ധ പൗലോസ് പറഞ്ഞു, പണ്ട് ഞാൻ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവനായിരുന്നു. पौलुस ने कहा कि मैं इजराइल के उस नागरिकता में कोई संबंध नहीं था. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യനായിരുന്നു. मैं वादा के नियमों के अन्य में था. ഭൂമിയിൽ ദൈവമില്ലാത്തവനായിരുന്നു. मैं धरती संसार पर परमेश्वर के रहित था. കൃപയാൽ കാലത്തിന്റെ തികവിങ്കൽ കർത്താവ് എനിക്ക് വേണ്ടി ചിലത് ചെയ്തു. परंतु जब समय पूरा हुआ उस समय पर परमेश्वर ने मेरे लिए कुछ काम किए. എന്നെ ജാതീയ പ്രമാണങ്ങളിൽ നിന്ന് വെട്ടിയെടുത്തു. मुझे उस जातीय तरीके तौर तरीके से मुझे हटा दिए. അബ്രഹാമിന്റെ പ്രമാണത്തോടെ എന്നെ ഒട്ടിച്ചു. और काट कर परमेश्वर ने अब्राहम के नियमों के अनुसार मुझे साटा गया. അബ്രഹാമിന്റെ മേൽ ആ ശാപം പിടിക്കയില്ല. अब्राहम के ऊपर वो श्राप पकड़ेगा नहीं. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകും, നീ അനുഗ്രഹമായിരിക്കും. परमेश्वर ने उनसे कहा कि जो तुझे श्रापित करेंगे वो श्रापित रहेगा, क्योंकि तू आशीष का पात्र बन के रहेगा. ഗലാത്യ ലേഖനം 3:13-14 ഈ കാര്യങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. गलाती पत्री 3 के 13 और 14 में ये पूरा ब्यौरा हम देख पाएंगे. യേശു എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. यीशु मसीह हमारे लिए श्रापित हुआ. ദൈവത്തിന് എന്തെങ്കിലും ഒരു കാര്യം നമ്മിൽ നിന്ന് വാങ്ങി പകരം നമുക്കൊന്ന് തരണമെങ്കിൽ, यीशु मसीह हमारे हाथों से कुछ लेकर कुछ देना है तो അതിന് ദൈവത്തിന് ഒരു കൈമാറ്റത്തിന്റെ ഇടമുണ്ട്. उसलिए परमेश्वर को हस्तांतरण की एक जगह जरूरी है. എനിക്ക് ആരെങ്കിലും ഒരു ചെക്ക് തന്നു എന്ന് വിചാരിക്കൂ. मान के चलिएगा कि कोई मुझे एक चेक दिए. ഏത് ബാങ്കിന്റെ ചെക്കാണ് തന്നത്, ആ ബാങ്കിൽ ഈ ചെക്ക് കൊണ്ട് കൊടുത്താൽ എനിക്ക് പണം കിട്ടും. मैं जिस बैंक का चेक है उस बैंक में जाकर दे दूंगा तो मुझे चेक देते वक्त मुझे पैसा मिल जाएगा. എനിക്ക് ലഭിച്ച വസ്തു കൈമാറുവാൻ ഒരു അധികാരപ്പെട്ട ഇടമുണ്ട്. परंतु मुझे जो मिला गया वो जो सारी चीजों को हस्तांतरण करने के लिए एक जगह है. ആ ഒറ്റയിടത്ത് മാത്രമേ അതിന്റെ കൈമാറ്റം നടക്കത്തുള്ളൂ. वो केवल एक ही जगह पर उसका हस्तांतरण होता है. റേഷൻ കടയിൽ ചെക്ക് കൊണ്ട് കൊടുത്താൽ കാശ് തരത്തില്ല. रेशन की दुकान में जाएंगे तो उसका बदला नहीं मिलेगा. ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ അടുക്കൽ ചെക്ക് കൊടുത്താൽ അദ്ദേഹം കാശ് തരത്തില്ല. अस्पताल के डॉक्टर के पास वो चेक देंगे तो पैसा नहीं मिलेगा. ചെക്കിന്റെ കൈമാറ്റത്തിന്റെ സ്ഥലം ബാങ്ക് മാത്രമാണ്. चेक की बदली करने के लिए एक ही जगह है, वो बैंक का जगह है. ഇതുപോലെ ദൈവം എനിക്ക് എന്തെങ്കിലും കൈമാറണമെങ്കിൽ, अगर परमेश्वर हमें कुछ हमारे हाथों में देना है तो ദൈവിക കൈമാറ്റത്തിന്റെ ഏക ഇടം യേശുവിന്റെ കാൽവരിയാണ്. परमेश्वरीय चीजों की आशीषों की हस्तांतरण का एक ही जगह वो क्रूस की संभावना है. എന്റെ പാപങ്ങൾ നശിപ്പിച്ച്, क्योंकि हमारे पापों को नाश करके, എന്റെ ശാപങ്ങൾ ക്ഷമിച്ച്, हमारी शापों को क्षमा करके എന്നെ ദൈവ മകനാക്കി മകളാക്കി തീർത്തത് യേശുവിന്റെ കാൽവരിയിലാണ്. परमेश्वर ने हमें अपने बेटा बेटी बनाकर वो एक ही जगह है, वो यीशु मसीह की क्रूस के है. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞു, മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നു. इसलिए बाइबल में लिखा है कि हर कोई जो काट पे लटकता है वो हमारे लिए श्रापित हुआ. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. मसीह हमारे लिए श्रापित हुआ. ഈ രാത്രിയിൽ നിങ്ങളിൽ പലരും ശാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടാൻ പോകുകയാണ്. इस रात के समय हम में से अनेक लोग श्राप की आजादी प्राप्त करेंगे, കാര്യം ആ ശാപം യേശു തന്റെ മേൽ ഏറ്റെടുത്തു. क्योंकि वो श्राप परमेश्वर यीशु मसीह अपने ऊपर ले लिए. എന്നിൽ നിന്ന് യേശു ആ ശാപം ഏറ്റെടുത്തതിനാൽ ഞാൻ സ്വതന്ത്രനായി മാറി. हमारे हाथों से वो श्राप को परमेश्वर यीशु मसीह ने ढोने के अपने आप ऊपर लेने के कारण मैं श्राप से छुटकारा प्राप्त कर लिया हूं. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം പറഞ്ഞു, दूसरे कुरिन्थी 5 के 21वीं आयत में से लिखा है, പാപം അറിയാത്തവനെ നാം അവനിൽ നീതിയാകേണ്ടതിന്
ദൈവം നമുക്ക് പകരമായി ശാപമാക്കി. जिसने पाप ना जाना था उसी को उसने हमारे लिए पाप ठहराया, ഞാൻ ക്രിസ്തുവിൽ നീതിയാകേണ്ടതിന്, ताकि हम परमेश्वर में धार्मिकता का बने. പാപം അറിയാത്ത ക്രിസ്തുവിനെ പാപമായി ദൈവം വിട്ടുകൊടുത്തു. जो पाप ना जानता था उनको यीशु मसीह ने परमेश्वर यीशु मसीह को हमारे लिए पाप ठहराया गया. യേശുവിന്റെ കാൽവറി മാത്രമാണ് ശാപത്തിന്റെ വിടുതൽ. यीशु मसीह की इस क्रूस अकेला ही श्राप से छुटकारा पाने की जगह है. വേറെ ഒരിടത്തും ശാപത്തിന് വിമോചനമില്ല. इस श्राप की छुटकारा के लिए किसी और जगह नहीं है, യേശു നമ്മുടെ ശാപം തന്റെ മേൽ ഏറ്റെടുത്തു. क्योंकि यीशु मसीह हमारे श्रापों को अपने शरीर पर ढो लिए हैं. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ कुलोस्सों के पत्री दूसरे अध्याय की 14 और 15वीं आयत अगर पढ़ेंगे तो സാത്താനെ കൊണ്ട് യേശു ആയുധം താഴെ വെപ്പിച്ചു. परमेश्वर ने शैतान को निरस्त किया है. അവന്റെ കയ്യിൽ എനിക്ക് വിരോധമായി ഉണ്ടായിരുന്ന ആയുധങ്ങളെ, हमारे विरोध में जो लिखा हुआ हर एक हथियारों को യേശു അതിനെ താഴെ വെപ്പിച്ചു. यीशु उसको नीचे रखवाया. സാത്താന്റെ കയ്യിൽ നിങ്ങൾക്ക് വിരോധമായി എനിക്ക് വിരോധമായി പോരാടുവാൻ ഇന്ന് രാത്രിയിൽ ഒരു ആയുധം ബാക്കിയില്ല. शैतान के हाथ में आपके और मेरे विरोध में वो युद्ध करने के लिए, जंग लड़ने के लिए उनके पास कोई हथियार नहीं है. യേശു സാത്താനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചു. परमेश्वर शैतान के हाथों से निशस्त्र किया. എന്നിട്ട് ദൈവമക്കളാകുന്ന നമ്മളോട് പറഞ്ഞു, परमेश्वर ने हमसे कहा, ഞാൻ എന്റെ സഭയെ പണിയും, मैं अपनी कलीसिया को बनाऊंगा പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല, और शैतान की अधोलों की फाटक उसको जीत पा नहीं पाएगा. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ തരികയാണ്, स्वर्ग राज्य की कुंजी मैं आपके हाथों में देता हूँ. നിങ്ങൾ കെട്ടിയാൽ ആരും അഴിക്കത്തില്ല, अगर आप बांधोगे तो कोई खोल नहीं पाएंगे. നിങ്ങൾ ഭൂമിയിൽ അഴിച്ചാൽ അത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും, अगर धरती पर खोलेंगे तो स्वर्ग में भी वो खुला जाएगा. നിങ്ങൾ കെട്ടിയാൽ അത് സ്വർഗത്തിലും കെട്ടപ്പെടും. अगर आप बांधेंगे तो स्वर्ग में भी बांधा जाएगा. ഒരു ദൈവിക അധികാരം കർത്താവ് നമുക്ക് കൈമാറി. क्योंकि परमेश्वर ने हमारे हाथों में एक परमेश्वर एक अधिकार हस्तांतरण किए. യേശുവിന്റെ അധികാരത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ അധികാരപ്പെടുത്തി. परमेश्वर की अधिकार में हमको काम करने के लिए परमेश्वर ने हमें अधिकारिक ठहराए. യെരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ यिर्मयाह की किताब पहले अध्याय की 10वीं आयत में अगर पढ़ेंगे तो ദൈവം യെരമ്യാ പ്രവാചകനോട് പറഞ്ഞു, परमेश्वर यिर्मयाह भविष्यवक्ता से कहा, ഞാൻ നിന്നെ ഒരു പ്രവാചകനായി അഭിഷേകം ചെയ്യുകയാണ്, मैं आपको एक भविष्यवक्ता के रूप में अभिषेक कर रहा हूँ. പൊളിക്കേണ്ടത് പൊളിക്കുവാൻ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും, जिसको तोड़ना है उसमें तोड़ने के लिए मैं अभिषेक करूंगा. പണിയേണ്ടത് പണിയുവാൻ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും. जिसको बनाना है उसको बनाने के लिए मैं अभिषेक करूंगा. ഒരു ദൈവവേദനെ ദൈവം അഭിഷേകം ചെയ്യുമ്പോൾ പൊളിക്കേണ്ടത് പൊളിക്കുവാനും പണിയേണ്ടത് പണിയുവാനും ഉള്ള അധികാരത്തോടെയാണ് ആക്കുന്നത്. परमेश्वर के बच्चों को प्रभु जब अभिषेक करेंगे तो जिसको गिराना है उसको गिराने के लिए और जिसको बनाना है उसको बनाने के लिए प्रभु विशेष अधिकार देंगे. ഈ അധികാരം എവിടെ നിന്നാണ് വന്നത്? ये अधिकार कहाँ से आती है? ഇത് യേശുവിന്റെ കാൽവരിയിൽ നിന്നാണ് വന്നത്. ये यीशु मसीह कलवरी क्रूस के तरफ से होता है. കാൽവരിയിൽ യേശു സാത്താനെ കൊണ്ട് ആയുധവർഗം താഴെ വെപ്പിച്ചു. इस कलवरी क्रूस में परमेश्वर ने यीशु मसीह ने शैतान के हाथों से निशस्त्र किया പിശാചിന്റെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി और शैतान के ऊपर जय की उत्सव वो घोषणा किया. പൊളിക്കുവാനും പണിയുവാനും കെട്ടുവാനും അഴിക്കുവാനും സഭയെ ദൈവം അധികാരപ്പെടുത്തി. परमेश्वर ने गिराने के लिए, ढा देने के लिए, नष्ट करने के लिए, काट डालने के लिए परमेश्वर ने हमें कलीसिया को अधिकार ठहराया. പഴയ നിയമത്തിലെ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ पहले पुराने नियम की यहोशू की किताब पहले अध्याय की आयत में पढ़ेंगे तो നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും നിനക്കെതിരെ നിൽക്കത്തില്ല. तेरे पूरे आयु में कोई तेरे विरोध में खड़ा नहीं हो पाएगा. യോശുവ ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുകയായിരുന്നു. यहोशू युद्ध के लिए तैयार था. വലിയ യെരിഹോ കോട്ട അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. एक बड़ी यरीहो की दीवार उसके सामने खड़ा है. യെരിഹോ കോട്ട പൊളിക്കുവാൻ ആരെ കൊണ്ട് ഒക്കത്തില്ല. यरीहो की दीवार गिराने के लिए किसी से नहीं होगा. യെരിഹോ കോട്ടയുടെ വലിപ്പം ഒന്ന് തൊടാം. यरीहो की दीवार की चौड़ाई क्या है मैं बताऊंगा. നമ്മൾ സാധാരണ ഒരു മതിൽ ഉണ്ടാക്കുന്നത് 15 ഇഞ്ച് വീതിയിലാണ്. अगर हम एक बाड़ा बांधेंगे, एक कंपाउंड वॉल बनाएंगे तो एक दीवार खड़ा करेंगे 15 इंच चौड़ाई में होगा. 15 ഇഞ്ച് വീതിയിലാണ് സാധാരണ നമ്മുടെ ഭിത്തികൾ കിട്ടുന്നത്. हमारी जो दीवार है वो 15 इंच चौड़ाई में बनाता है. ചില ഭിത്തി 4 ഇഞ്ചേ ഉള്ളൂ, कुछ जो दीवार जो है वो 4 इंच का होगा, ചിലത് 8 ഇഞ്ചുണ്ട്, कुछ 8 इंच का होगा. ഈ ചർച്ചിന്റേത് 12 ഇഞ്ചായിരിക്കും. क्योंकि मेरे जानकारी में इस चर्च का जो है 12 इंच का होगा. ഏറ്റവും വലിപ്പമുള്ള ഭിത്തി കിട്ടുന്നത് 15 ഇഞ്ചാ. सबसे बड़ा चौड़ा दीवार जो है 15 इंच का होगा. യെരിഹോവിനും ഇതുപോലെ ഒരു ഭിത്തിയുണ്ട്. यरीहो को भी ऐसे ही दीवार है. യെരിഹോവിന്റെ ഭിത്തിയുടെ കട്ടി പറയാം. यरीहो दीवार की चौड़ाई क्या है मैं बताऊंगा. 7 കാറുകൾക്ക് പാരലലായി ഓടാവുന്ന അത്രയും കട്ടിയുണ്ട്. एक ही समय पर 7 कार एक साथ जाने के लिए जितना चौड़ाई जरूरी है उतनी चौड़ाई उसके ऊपर है. എന്ന് പറഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് ഓഡിറ്റോറിയത്തിന്റെ അകത്തൂടെ പോകുന്നത് പോലെ 7 കാറുകൾക്ക് ഒരുമിച്ച് പോകത്തക്ക വീതിയാണ് യെരിഹോവിന്റെ മതിലിനുള്ളത്. उस यरीहो की ऊपरी जो चौड़ाई जो है इस 7 गाड़ियां एक साथ जाने के लिए जितना चौड़ाई जरूरी है उतनी चौड़ाई उसके ऊपर था. ആർക്കും പൊളിക്കാനൊക്കാത്ത വലിയൊരു മതിലാണ്. उस दीवार को कोई तोड़ नहीं पाएंगे. ഈ മതിലിന്റെ മുമ്പിലോട്ടാണ് യോശുവയെ കൊണ്ട് നിർത്തിയത്. यहोशू को इसी दीवार के सामने खड़ा करके बताया, പറഞ്ഞു, ഞാൻ ഈ മതിൽ പൊളിക്കാൻ പോവുകയാ. मैं इस दीवार को गिराऊंगा.
നിനക്ക് വിരോധമായി ആരൊക്കെ വന്ന് നിന്നാലും तेरे विरोध में कोई भी खड़ा होने से भी ഒരു കാലത്തും നിനക്ക് വിരോധമായി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. तेरे जीवन में कोई तेरे सामने ठहर नहीं पाएगा. എന്തുകൊണ്ടാണ് ഈ മതിലിങ്കൽ കൊണ്ടു നിർത്തിയത്? कारण क्या है इस दीवार के सामने खड़ा होने के लिए? ഒരുപാട് പേർക്ക് അറിയാൻ വയ്യാത്ത ആ സത്യം പറയാം. बहुत सारे लोगों को ना जानने वाली एक बात बताऊंगा. സ്റ്റേജിലേക്ക് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. आप इस तरफ अगर आप देखेंगे तो आप समझ पाएंगे. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ വന്നു. इजराइल के जो लोग जो है मरुस्थल से होकर आए. ഞാൻ ഈ നിൽക്കുന്നത് ഇസ്രായേൽ ആണെന്നിരിക്കട്ടെ. ഇസ്രായേൽ കനാൻ നാടാണ്. मान के चलिएगा कि ये कनान देश है. നിങ്ങൾ നിൽക്കുന്നത് ആ മരുഭൂമിയിലാണെന്നിരിക്കട്ടെ. आप जो जहाँ पे बैठे हैं वो मरुभूमि है. നിങ്ങൾ വന്നത് മരുഭൂമിയിൽ ഏറെക്കുറെ ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയാണ് വന്നത്. ഇസ്രായേലിന്റെ ഒരു അറ്റത്താണ് വന്നത്. आप जब आए तो इजराइल के एक कोने में आए हैं. ഇതിലെ ഒരു നദി ഒഴുകുന്നുണ്ട്. इधर से एक नदी बह रही है. ഈ നദി ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പുറത്ത് കയറാം. ये नदी जब क्रॉस करेंगे तो आप समझ पाएंगे. കർത്താവ് പറഞ്ഞു ഇവിടെ നദി ക്രോസ് ചെയ്യണ്ട. आप पार करने के लिए इधर क्रॉस नहीं करना. നിങ്ങൾ ഇവിടുന്ന് അങ്ങേ അറ്റത്തോട്ട് നടക്കണം. आप उस छोर तक चलना है. ആ ജനത്തെ 40 വർഷം നടത്തി. उस लोगों को 40 साल घुमाए. അവരെ മരുഭൂമിയിലൂടെ നടന്ന് അങ്ങേ അറ്റത്ത് വന്നു. वो मरुस्थल के होकर उस कोने तक पहुंचे. ഇവിടെ വന്നപ്പോൾ ദൈവം പറഞ്ഞു ഇവിടുന്ന് നദി തുറന്നു വരാം. उधर पहुंचने पर परमेश्वर ने बताया कि मैं आपके लिए एक दरवाजा खोलूंगा. ഇവിടുന്നാണ് നിങ്ങൾ അകത്ത് കയറേണ്ടത്. अब उधर से अंदर प्रवेश करना है. അകത്ത് കയറിയാൽ ആ യെരിഹോ മതിലാണ് ആദ്യം കാണുന്നത്. आप जब अंदर आएंगे तो यरीहो की दीवार आपको पहले मिलेगा. ആ മതിലിനെയാണ് നിങ്ങൾ ആദ്യം ഇടിക്കേണ്ടത്. आपको जब अंदर प्रवेश करना है तो पहले वो दीवार को गिराना जरूरी है. എന്താ കാരണമെന്ന് അറിയാവോ? कारण क्या है मालूम है? ഈ കനാനിൽ മൊത്തം 33 ദേവശക്തികളുണ്ട്. इस पूरी कनान में 33 शक्तियां हैं. അന്യദേവന്മാരുടെ ശക്തികൾ 33 എണ്ണമാണ് ഈ കനാൻ നാട്ടിൽ കിടക്കുന്നത്. पराए देवताओं की जो सामर्थ है 33 सामर्थ है. ഈ 33ന്റെയും കൂടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ഈ യെരിഹോ മതിൽ. इस सारे 33 देवताओं की हेडक्वार्टर्स है वो जगह. കർത്താവ് പറഞ്ഞു ഇത് പൊളിച്ചേച്ച് മതി ബാക്കി എന്തെങ്കിലും. परमेश्वर ने कहा कि इसको तोड़ने के बाद ही बाकी का काम करेंगे. ഒരു ദൈവവൈതലിനെ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ ആദ്യം ശത്രുവിന്റെ ശക്തി പൊളിഞ്ഞേ മതിയാകൂ. एक परमेश्वर के भक्त को अगर प्रभु उपयोग करना है तो पहले शत्रु की सामर्थ को तोड़ना ही जरूरी है. ഇവിടെ കൊണ്ടുവന്നു നദി തുറന്നു. इधर आकर नदी को तोड़े. യോശുവ ഇപ്പുറത്ത് കടന്നു. नदी को विभाजित करके यहोशू और पूरे दल अंदर आ गए. ജനമെല്ലാം കൂടെ നോക്കുമ്പോൾ തേണ്ട ഈ മതിലിന്റെ മുമ്പിൽ ഇവരെന്തോ ചെയ്യാനാ? पूरे लोग जब आए रहे थे तो इस दीवार के सामने क्या कर पाए? ഇസ്രായേൽ വന്നുവെന്ന് അറിഞ്ഞതോടുകൂടെ യെരിഹോവിന്റെ മതിലുകൾ അടച്ചുപൂട്ടി. जैसे इजराइल पास पहुंचे हैं तो यरीहो की दीवार की सारी दरवाजे बंद हो चुका है. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് കയറാൻ ആരെ കൊണ്ടുപോകത്തില്ല. जैसे मैंने कहा था कि इस फाटक के अंदर कोई प्रवेश नहीं कर पाएंगे. അതിനപ്പുറത്തൊരു യോർദാൻ നദിയുണ്ട്. इसके उस पार एक यरदन की नदी है. ആ നദി കടക്കാൻ ആരെ കൊണ്ടുപോകത്തില്ല. उस नदी को पार करने किसी से नहीं होगा. പക്ഷേ ഇത് രണ്ടും കൂടെ ചെയ്യാൻ ദൈവം തീരുമാനിച്ചു. परंतु परमेश्वर ने तय किया कि इस दोनों को तो इसको पार कराने के ही रहेंगे. നദിയുടെ അങ്ങേക്കര ജനം നിൽക്കുമ്പോൾ नदी के उस पार जब लोग खड़े हैं ദൈവം യോശുവയോട് പറഞ്ഞു 40 വർഷമാണ് നിങ്ങൾ ഇവരെ നടത്തിക്കൊണ്ടുവന്നത്. ये परमेश्वर ने यहोशू से कहा कि तूने इन लोगों को 40 साल से घुमा रहे हैं. ഞാൻ അബ്രഹാമിനോട് പ്രമാണം കൊടുത്തിട്ടുണ്ട്. मैंने अब्राहम से एक वादा किया था. നിങ്ങളിൽ ജനിക്കുന്ന പുരുഷ പ്രജയൊക്കെയും പരിച്ഛേദന ആചരിക്കണം. आप में जितने लोग जन्म लिए सब लोग खतना होना है. ഈ 40 വർഷമായി നിങ്ങൾ നടന്നു വരുമ്പോൾ जिस 40 साल से आप चल के आ रहे हैं വഴിയിൽ വെച്ച് ജനിച്ച ഒരുപാട് ആൺകുഞ്ഞുങ്ങളുണ്ട്. इस रास्ते के मध्य में बहुत सारे बच्चे लोग जो लड़के लोग हैं. ഇവരെ ആരെയും പരിച്ഛേദന കഴിച്ചിട്ടില്ല. इनकी खतना नहीं हुआ है. ഇപ്പോൾ ആ ജനത്തെ പരിച്ഛേദന കഴിക്കുക. परंतु अब इनकी खतना करना है. ഇവർ യുദ്ധം ചെയ്യാൻ വരികയാ. वे लोग युद्ध करने के लिए आ रहे हैं. പരിച്ഛേദന കഴിഞ്ഞ വേദനയുമായി ആർക്കും യുദ്ധം ചെയ്യാൻ ഒക്കത്തില്ല. जब खतना करेंगे तो उसके दर्द के साथ कोई युद्ध नहीं कर पाएंगे. മാത്രമല്ല ഇസ്രായേലിന്റെ കയ്യിൽ മൂർച്ചയുള്ള കത്തികളില്ല. और केवल वो ही नहीं परंतु इस्राएल के हाथ में तेज धार वाले हथियार नहीं है. അവർ മരുഭൂമിയിലൂടെ നടക്കുന്നവരാണ്. वे मरुस्थल से गुजर चलने वाले लोग हैं. അവർക്ക് ഡോക്ടേഴ്സ് ഇല്ല. उनके डॉक्टर्स नहीं है. കർത്താവ് പറഞ്ഞു യോശുവ നീ ഒരു കല്ലെടുത്ത കല്ലുകൊണ്ട് ഇവരെ പരിച്ഛേദന ചെയ്യണം. परमेश्वर ने यहोशू से कहा कि तू एक पत्थर लेकर पत्थर से आप उसको खतना करना है. ഇവർക്ക് രോഗം വരാതെ ഞാൻ നോക്കിക്കോളാം. उनको बीमारी ना है मैं संभालूंगा. അങ്ങനെ യോശുവ ഇസ്രായേൽ ജനത്തെ മുഴുവനും നദിയുടെ മറുകരയിൽ വെച്ച് മരുഭൂമിയിൽ വെച്ച് തന്നെ പരിച്ഛേദന കഴിച്ചു. ऐसे ही इजराइल के उस यरदन नदी के उस पार सारे इजरायली के लड़कों को खतना किए हैं. കർത്താവ് പറഞ്ഞു ഇനി ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കയറ്റാൻ പോവാം. परमेश्वर ने उसके बाद कहा कि अब मैं आपको उस पार कराऊंगा. പുരോഹിതന്മാർ പെട്ടകം കയ്യിലെടുക്കട്ടെ. याजकगण अपने हाथों में संदूक लेने पाए. പുരോഹിതന്മാർ പെട്ടകം കൈ കൊണ്ടല്ല എടുക്കുന്നത്, അവർ തോളത്താണ് എടുക്കുന്നത്. याजकगण अपने हाथों में नहीं लेते हैं बल्कि अपने कंधों में ढोते हैं. പെട്ടകം ഭാരമുള്ളതും വലിപ്പമുള്ളതുമാണ്. इस जो संदूक है बहुत ही भारी है. അതിന്റെ രണ്ട് സൈഡിലൂടെയും ഓരോ കമ്പുകൾ കടത്തും. इसकी दोनों छोर से एक एक डंडा
डालते हैं। എന്നിട്ട് രണ്ട് വ്യക്തികൾ മുൻപിലും രണ്ട് വ്യക്തികൾ പുറകിലുമായി നിൽക്കും. इन दोनों लाठियों के दो लोग सामने और 2 लोग पीछे खड़े ഈ रहेंगे। 4 പേരുടെ തോളയിലാണ് പെട്ടകം എടുത്തുകൊണ്ട് വരേണ്ടത്. इन चारों याजकों के कंधों में उसको ढो के ले आना है। യോർദാൻ നദി കരകവിഞ്ഞ് ഒഴുകുകയാ. यरदन की नदी अपने किनारा ऊपर बह रही है। കർത്താവ് പറഞ്ഞു അതൊക്കെ കരകവിഞ്ഞ് ഒഴുകിക്കോട്ടെ, നിങ്ങൾ വിഷമിക്കണ്ട. अरे वो बाढ़ आने दे, कोई बात नहीं, आपको डरना नहीं है। പുരോഹിതന്മാർ പെട്ടകം തോളിലെടുത്തു. जैसे ही अब याजक अपने कंधों में इस संदूक को लिए, നമുക്കറിയാം നദിയുടെ തീരത്ത് വരെ വരും, അതിനപ്പുറത്തൊന്നും ചെയ്യാൻ ഒക്കുകയില്ല. आप जानते हैं कि उस नदी की उस पार तक वे लोग पहुंचेंगे, परंतु उसके बाद कुछ नहीं कर അവർ पाएंगे। തീരത്ത് വരെ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു നദിയിലോട്ട് ഇറങ്ങാൻ പറഞ്ഞു. जैसे ही किनारे के पास पहुंचे तो परमेश्वर ने उनसे आज्ञा दिया कि उस नदी के अंदर उतरना है। എനിക്ക് തോന്നുന്നില്ല നമ്മളാരേലും വന്നാൽ അനുസരിക്കുമെന്ന്. मैं नहीं जानता कि हम में से कोई ऐसे आदर करेंगे। മുൻപിലത്തെ 2 പുരോഹിതന്മാർ ഇറങ്ങും. अब आप सामने के 2 याजक अपने पैरों को रखेंगे, അവരുടെ കാല് വെള്ളത്തിലോട്ട് മുങ്ങുകയാണ്. अपने पैर उस पानी में डूब रहा है। പുറകെ വരുന്ന പുരോഹിതന്മാരും ഇറങ്ങി. अब पीछे आने वाले दोनों पुरोहित भी याजक भी वो उस पानी में उतरे हैं। പുറകെ വരുന്ന പുരോഹിതന്മാരുടെ കാലുകളുടെ പാദങ്ങൾ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ पीछे आने वाली उन याजकों के पैरों को जब उस पानी में छुआ, എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ മുൻപിൽ വരുന്ന പുരോഹിതന്മാരുടെ കാല് മുട്ടുവരെ താണു കാണും. मेरे विश्वास है कि सामने जो गए हैं उन याजकों की घुटने तक आया होगा। പുറകെ വരുന്നവരുടെ കാലിന്റെ പാദങ്ങൾ വെള്ളത്തിൽ മുങ്ങിയ ഉടനെ जैसे ही पीछे आने वाले याजकों की चरण जब पानी में छुआ, യോർദാന്റെ ഒഴുക്ക് നിന്നു. यरदन नदी की बहाव रुका। എന്റെ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. हमारे परमेश्वर उनके साथ था। എത്രയോ സാഹചര്യങ്ങളിൽ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് നിർത്തുന്നത് പോലെ നമ്മുടെ മുമ്പിൽ ദൈവം സാഹചര്യങ്ങളെ നിർത്തിയവനാ. कितने संदर्भों में परमेश्वर हमारे सामने बहने वाली अनेक पानियों को परमेश्वर ने रोक दिया था। ഇന്നും ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. आज भी वो परमेश्वर हमारे साथ है। ഞാൻ നിങ്ങളോട് ഒരു അനുഭവം പറയാൻ ആഗ്രഹിക്കുന്നു. मैं आपके लिए एक अनुभव बताऊंगा। ഇന്നേക്ക് ഏറെക്കുറെ 20 വർഷങ്ങൾക്ക് മുമ്പേ आज से लगभग 20 साल पहले ഇവിടുത്തെ ഗവൺമെന്റ് നമ്മുടെ ചർച്ച് ഇവിടുന്ന് പൊളിച്ചു കളയാൻ തീരുമാനിച്ചു. इधर की सरकार ने हमारी इस कलीसिया को तोड़ने के लिए आदेश दिया था। ഇന്നും ഇവിടെ ഒരു നല്ല ബിൽഡിംഗ് പണിയാൻ നമുക്ക് അനുവാദം കിട്ടിയിട്ടില്ല. आज भी हमारे लिए एक अच्छा बिल्डिंग बनाने के लिए एक अनुमति नहीं मिला है। ഒരു ദിവസം ഞങ്ങളുടെ കയ്യിൽ ഒരു എഴുത്ത് കിട്ടി. एक समय पर एक दिन हमारे हाथों में एक लिफाफा मिला। 48 മണിക്കൂറിനകം ചർച്ച് പൊളിച്ചു കളയുന്നതാണ്. 48 घंटे के अंदर आपकी इस कलीसिया को तोड़ दिया जाएगा। ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇവിടെ ഞങ്ങൾക്ക് വസ്തു വിൽക്കുന്ന സമയം 114 പേര് സൈൻ ചെയ്താണ് നമുക്ക് ഈ വസ്തു കിട്ടിയത്. കാര്യം 5 തലമുറകൾക്ക് മുമ്പ് ഒരു അപ്പൂപ്പന് വേണ്ടി കിട്ടിയ വസ്തുവാണ്. അയാൾ വസ്തു പൗക്കാതെ കിടന്നു. ഇവിടെ എല്ലാം വെറും വെള്ളമായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പൗത്തപ്പോൾ 114 പേർക്കായിട്ടാണ് പൗത്തത്. जब इस जमीन को खरीदते वक्त आपको याद रखना है 114 लोग मिलकर साइन किया हुआ डॉक्यूमेंट है हमारे पास, क्योंकि ये 5 पीढ़ी पहले एक पिता के हाथ में ये जमीन था। जब इसको खरीदने के लिए गए थे तो हम देख पाए कि उनके बच्चे, उनके नाती पोता सबके हाथों में ये उनका अधिकार था। उन सबको टुकड़ा टुकड़ा करके दिए थे, उनके हाथों से ही हम लोग ये जमीन खरीदे हैं। അതിൽ ഒരു മനുഷ്യൻ പറഞ്ഞ ഞാൻ സൈൻ ചെയ്യത്തില്ല. उनमें से एक इंसान ने कहा कि मैं साइन नहीं करूंगा, ഞങ്ങൾ ഇത് വിൽക്കത്തില്ല. हम इसको बेचेंगे नहीं। ബാക്കി കുടുംബാംഗങ്ങളെല്ലാം കൂടെ അയാളെ നിർബന്ധിച്ച് അയാളെ കൊണ്ടും സൈൻ ചെയ്യിച്ചു. बाकी के सारे परिवार वाले उसको दबाव डालकर उससे साइन करवाए। ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു ലെറ്റർ കിട്ടി. एक दिन हमारे हाथों में एक लिफाफा मिला। ലോക്കൽ തഹസിൽദാർ സൈൻ ചെയ്ത ലെറ്ററാണ്. इधर के लोकल तहसीलदार साइन किया हुआ जगह है। 48 മണിക്കൂറിനകം ഇവിടുന്ന് നിങ്ങൾക്ക് പെറുക്കി മാറ്റേണ്ടത് പെറുക്കി മാറ്റാം, അതെങ്കിൽ ഞങ്ങൾ ഇതിനെ ഇടിക്കാൻ പോവുകയാണ്. 48 घंटे के अंदर जो कुछ हटाना है आपको हटा लेना, क्योंकि हम इसको तोड़ने जा रहे हैं। നമ്മൾ ഇതിനെ ഇതിനകത്തെ കസേരകൾ പെറുക്കിയാൽ ഇവിടെ കൊണ്ടുവെക്കും. എന്റെ കൊച്ചു വീട് വെക്കാൻ സ്ഥലമില്ല. मेरा छोटा घर है, इधर की कुर्सियां हटाकर कहां पे जाकर रखें? ഞങ്ങൾ പറഞ്ഞു സ്ഥലം പോവുകയാണെങ്കിൽ കസേരയും കൂടെ പോട്ടെ. हम जाएंगे तो हम बोले कि अगर जगह जा रहे हैं तो कुर्सी में चले जाने दीजिए। ദൈവത്തിന് തരാനാണെങ്കിൽ തരട്ടെ. अगर परमेश्वर को देने की इच्छा है तो देने दीजिए। അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. हम लोग एक ही काम किए कि हम लोग प्रार्थना किए। ചർച്ചിനകത്ത് പരസ്യപ്പെടുത്താൻ പോലും സമയം കിട്ടിയിട്ടില്ല. चर्च के अंदर बोलने के लिए भी टाइम नहीं मिला था। പക്ഷേ ഇടിക്കേണ്ട അന്ന് വൈകിട്ട് 5:30 ഈ ലെറ്റർ കിട്ടുന്നത്. അപ്പൊ ഇന്ന് വൈകിട്ടാണ് ഇടിക്കേണ്ടതെങ്കിൽ शाम को 5:30 बजे हमारे हाथ में चिट्ठी मिला, और मान के चलिए कि आज रात को उसको तोड़ना है तो രാവിലെ 5 മണിയായപ്പോൾ ഡൽഹിയിൽ നിന്ന് ഡോക്ടർ PG വർഗീസ് എന്നെ വിളിച്ചു. सुबह 5 बजे दिल्ली से डॉक्टर PG वर्गीस अंकल ने मुझे कॉल किया। എന്നോട് പറഞ്ഞു ഇങ്ങനെ കേട്ടല്ലോ, എന്തോ ആയി, എന്ത് ചെയ്യാൻ പോവാ? मैंने कुछ बात सुना, क्या आप क्या करने वाले हो? ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോവാ, വേറെ ഒന്നും ചെയ്യാനില്ല. प्रार्थना करेंगे, उसके अलावा कुछ और नहीं करने की അദ്ദേഹം सोच नहीं പറഞ്ഞു है। പ്രാർത്ഥിച്ചോ, ഞാനും പ്രാർത്ഥിക്കാം. उन्होंने मुझसे कहा कि आप प्रार्थना करो, मैं भी प्रार्थना പക്ഷേ करूंगा, കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചെയ്യണം. और उसके साथ में कुछ काम करते रहे। ഞാൻ ഒരു 6-7 ഫാക്സ് നമ്പർ തരാം. ഈ നമ്പറുകളിലേക്ക് നിങ്ങളുടെ ഒരു കംപ്ലൈന്റ് ഫാക്സ് ചെയ്യണം. आपके 5-6 फैक्स नंबर मैं दूंगा, उस 5-6 फैक्स नंबर को आप फैक्स करते रहना। എല്ലാ അരമണിക്കൂറിലും ഒരു ഫാക്സ് വീതം പോകണം. हर आधा घंटे में एक फैक्स बेचते रहना। ഒന്നാമത്തെ ഫാക്സ് നമ്പർ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു അബ്ദുൽ കലാം സർ.
पहला जो फैक्स नंबर इंडिया के राष्ट्रपति अब्दुल कलाम सर की थी। അദ്ദേഹത്തിന്റെ വീട്ടിലെ ഫാക്സ് നമ്പറാണ്, ഓഫീസിലേതാണ് കിട്ടത്തില്ല. अपने घर के फैक्स नंबर है वो ऑफिस का नहीं मिलता है। രണ്ടാമത്തേത് അന്നത്തെ പ്രൈം മിനിസ്റ്ററുടെ ആയിരുന്നു, ഒരു സർദാർജി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആയിരുന്നു. उस जमाने पर प्रधानमंत्री का फैक्स नंबर था, हमारे पास दूसरा नंबर मनमोहन सिंह का, അതും വീട്ടിലെ നമ്പറാണ്. वो उनका घर का नंबर था। ഞാൻ രാവിലെ 6 മണിക്ക് ഒന്നാമത്തെ കംപ്ലൈന്റ് അയച്ചു. मैं पहले सुबह पहले कंप्लेंट भेजा, 7 നമ്പറിനും അയച്ചു. 7 नंबरों को मैंने भेजा। 6:30 അയച്ചു, 7 അയച്ചു, 7:30 അയച്ചു, 8 അയച്ചു, 8:30 അയച്ചു, അങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. 6:30 बजे 7, 7:30, 8, 8:30 ऐसे भेजता ही रहा। ആരും ഒരു മറുപടിയും തരാനില്ല. कोई रिप्लाई करने वाले नहीं है। ഇതിനോടകം ഇവിടുന്ന് ഈ ചർച്ച് പൊളിച്ചു കളയാൻ വേണ്ടി, इस बीच में इस चर्च को तोड़ने के लिए ഇവിടുത്തെ മതവാദികൾ 2 ബുൾഡോസേഴ്സ് ഇതിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നു. धर्म के अधिकारी लोग इस दोनों बुलडोजर्स लेकर इधर खड़ा हो गए। അവരെ ബുൾഡോസറിൽ മാലയിട്ട് പൂജ നടത്തി. इस कलीसिया को तोड़ने के लिए उस बुलडोजर को ले आए, उसको पूजा कर रहे थे, उसको माला पहराए, പൂജാരികൾ വന്നു, ജനക്കൂട്ടം വന്നു, पुजारी आए, पूरे लोग आए थे। എല്ലാരും കൂടെ ഘോഷത്തോടുകൂടെ 5:30 ഇങ്ങോട്ട് കയറാൻ നിൽക്കുക. 5:30 बजे इसके अंदर प्रवेश करने के लिए पूरी आनंद के साथ वो खड़े हैं। ഞാൻ 3:30 മണിക്ക് എന്റെ ഫാക്സ് ഒന്നുകൂടെ അയക്കാൻ വേണ്ടി എല്ലാ അരമണിക്കൂറിലും അയക്കുന്നുണ്ട്. 3:30 ഫാക്സ് അയക്കാൻ ഫാക്സ് മിഷൻ ഓൺ ചെയ്തു. 3:30 बजे मैं एक फैक्स भेजने के लिए फैक्स मशीन ऑन किया। വേണ്ട, ഇങ്ങോട്ടൊരു ഫാക്സ് വരുന്നു. इस तरफ एक फैक्स आ रही है, അബ്ദുൽ കലാം സാറിന്റെ ഫാക്സാ. अब्दुल कलाम सर की फैक्स है। അഡ്രസ് ടു ചീഫ് സെക്രട്ടറി ഓഫ് കർണാടക. एड्रेस टू चीफ सेक्रेटरी ऑफ कर्नाटका। എനിക്കൊരു കോപ്പി മാത്രമേ ഉള്ളൂ. मुझे कॉपी मिला। ആക്ഷൻ സ്റ്റോപ്പ് ചെയ്യുക, एक्शन स्टॉप करना, കോടതിയിൽ പോയി മറുപടി കണ്ടുപിടിക്കാം. इस न्यायालय में जाकर के उसका उत्तर ढूंढ निकालना। കരകവിഞ്ഞ് ഒഴുകുന്ന യോർദാനെ നീ പിളർന്നേ മതിയാകൂ. किनारे ऊपर बाहर का समान बहने वाले सारे यर्दन तो विभाजित होना जरूरी है। യോശുവയോട് പറഞ്ഞു, ഒരു മനുഷ്യനും നിനക്കെതിരെ നിൽക്കത്തില്ല. यहोशू से परमेश्वर ने कहा कि तेरे सामने जीवन में कोई खड़ा नहीं हो पाएगा। ഇതിനകത്തിരിക്കുന്ന ദൈവവേദനെ ദൈവസഭയുടെ അധികാരം അതാ. इस परमेश्वर के बच्चे मैं आपसे कहना चाहता हूं कि परमेश्वर जो दिया वो अधिकार वही है। നിനക്ക് വിരോധമായി കവിഞ്ഞൊഴുകുന്ന യോർദാനിൽ നിന്റെ കാല് മുങ്ങി കഴിയുമ്പോൾ നിന്നിരിക്കും. तेरे सामने बहने वाली जो यर्दन, अगर तेरे पैर पड़ेगा तो वो यर्दन विभाजित होना जरूरी है। ഒരു ശക്തിയും എതിരെ നിൽക്കത്തില്ല. एक शक्ति भी आपके विरोध ठहरा नहीं पाएगा। അങ്ങനെ എരിഹോ മതിൽ ഇടിക്കാൻ വരികയാണ്. ऐसे यरीहो की दीवार गिराने के लिए वो आ रहे हैं। ഈ ജനം മുഴുവനും വേദനപ്പെട്ടിരിക്കുകയാണ്. കാര്യം അവരുടെ പരിച്ഛേദന കഴിഞ്ഞു. खतना होने के वाले इन सारे लोग दर्द के साथ पीड़ित है। ചില ദിവസങ്ങൾ കഴിഞ്ഞാണ് അവർ ഇപ്പുറത്ത് കയറിയത്. कुछ दिनों के बाद इस पार वो आए। യോശുവ യുദ്ധ സന്നദ്ധനായി നിൽക്കുകയാണ്. यहोशू युद्ध करने के लिए तैयार है। പക്ഷേ ഇത്രയും വീതിയുള്ള മതിലിനോട് എന്നാ ചെയ്യാനാ? और इतने चौड़े दीवार से क्या कर पाएंगे? പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു. उसी समय पर उसके सामने एक बड़ा व्यक्ति खड़ा है। നോക്കുമ്പോഴതൊരു പട്ടാളക്കാരനാണ്. जब देखा तो एक अधिकारी है। അയാളുടെ കയ്യിൽ ഒരു വാളുണ്ട്. उसके हाथ में एक हथियार है। അക്കാലത്ത് പട്ടാളത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ വാൾ ഇടുന്നത് ഒരു ഉറയ്ക്കകത്താക്കിയാണ് ഇടുന്നത്. उस समय पर अपने सैनिक के अधिकारी लोग अपनी तलवार डालने वाले तरकश है। പക്ഷേ ഈ മനുഷ്യൻ വാൾ ഊരി പിടിച്ചുകൊണ്ട് നിൽക്കുക. इस इंसान ने अपने हाथों में तलवार पकड़े हुए हैं। യോശുവ ഈ മനുഷ്യന്റെ അടുത്തോട്ട് ചെന്നു. यहोशू इस इंसान के पास आए। ഇദ്ദേഹം ആരാണെന്ന് യോശുവയ്ക്ക് അറിഞ്ഞുകൂടാ. ये कौन है यहोशू जानता नहीं है। ചോദിച്ച ചോദ്യം, നീ ഞങ്ങളുടെ പക്ഷക്കാരനാണോ അതോ ശത്രുപക്ഷക്കാരനാണോ? यहोशू ने उनसे कहा कि क्या किसकी ओर है, यदि क्या आप मेरी ओर है या हमारी बैरियों की ओर है। യോശുവ അങ്ങയുടെ പക്ഷക്കാരനല്ലെന്നൊരു സംശയം ഉണ്ടെങ്കിൽ, यहोशू को अगर आपके विरोध में आपके बैरियों के पक्ष में है तो എന്തുകൊണ്ട് ഇവന്റെ അടുക്ക ചെന്നു? आप किस कारण अब इनके पास पहुंचे। യോശുവയ്ക്ക് ഒരു വാക്ക് പറയാനുണ്ട്. यहोशू को कहने के लिए एक बात है। സ്വർഗ്ഗവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം എന്നോട് പറഞ്ഞു, आकाश और पृथ्वी बनाए वो परमेश्वर ने मुझसे एक बात कही है। നിനക്ക് വിരോധമായി ഒരുത്തനും നിൽക്കത്തില്ല. तेरे विरोध में जीवन भर कोई सामने खड़ा नहीं हो ആ पाएगा। വാക്ക് എന്റെ കൂടെ ഉള്ളിടത്തോളം वो परमेश्वर की वादा मेरे साथ होने के कारण ഈ മനുഷ്യൻ എന്നോട് ഒന്നും ചെയ്യാനില്ല. ये इंसान भी कुछ नहीं कर पाएगा। യോശുവ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ഒരു ചോദ്യം ചോദിച്ചു. यहोशू उसके पास जाकर के एक प्रश्न पूछा, നീ ഞങ്ങളുടെ പക്ഷക്കാരനാണോ ശത്രുപക്ഷക്കാരനാണോ? क्या तू हमारी ओर का है या बैरियों की ओर का है। അദ്ദേഹം പറഞ്ഞ നിന്റെ പക്ഷക്കാരനുമല്ല ശത്രുപക്ഷക്കാരനുമല്ല. उसने उनसे कहा कि मैं तेरी ओर का नहीं हूं बल्कि शत्रु की बैर की भी नहीं हूं। സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ സൈന്യത്തിന്റെ അധിപനാണ് परंतु मैं स्वर्गीय परमेश्वर यहोवा की सेना की प्रधान हूं। എന്ന് പറഞ്ഞാൽ നീ ദൈവത്തോടുകൂടെ നിൽക്കുന്നിടത്തോളം ഞാൻ നിന്റെ കൂടെ ഉണ്ട്. यानी जब तक तू परमेश्वर के साथ रहोगे तब तक मैं तेरे साथ रहूंगा। നീ ദൈവത്തെ വിട്ടുമാറുമെങ്കിൽ ഞാൻ നിനക്ക് എതിരായിരിക്കും. यदि तुम परमेश्वर को छोड़ के जाओगे तो मैं तेरे विरोध में ठहरा रहूंगा। യോശുവ സാഷ്ടാംഗം വീണ് അദ്ദേഹത്തെ നമസ്കരിച്ചു. यहोशू उसके सामने एक दंडवत किया और उसको आराधना किया। ഇവിടെ ഒരു സംശയം ഉണ്ടാകാതിരിക്കുന്നതിന് ഒരു വാക്കും കൂടെ പറയാം. मैं आपको एक संदेह ना हो इसलिए मैं एक और बात कहूंगा। നമ്മൾ ദൂതന്മാരെ ആരാധിക്കാൻ ഒക്കത്തില്ലെന്നറിയാമോ? क्या
क्या आप जानते हैं कि हम दूतों को आराधना करने के लिए നമ്മൾ ദൈവമാരെ ആരാധിക്കാൻ പാടില്ല. हम लोग दूतों को आराधना नहीं करना है, നമ്മൾ ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ. हम केवल परमेश्वर को ही आराधना करना കാരണം है। ഇവിടെ യോശുവ അദ്ദേഹത്തിന്റെ മുമ്പിൽ എന്തുകൊണ്ട് വീണ് കിടന്നു? यहोशू इस इंसान के सामने क्यों खड़ा रहा? ഈ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനെന്ന് അവിടെ പറയുന്നത് उस सैन्य के प्रधान के रूप में उधर कहा गया, യേശുവിനെ കുറിക്കുന്ന പദമാണ്. वो यीशु परमेश्वर के नाम से कहा गया। പഴയ നിയമത്തിൽ യേശു വരുന്നില്ല. और पुराने नियम पर यीशु मसीह नहीं आते हैं। പഴയ നിയമത്തിൽ യഹോവയുടെ സൈന്യത്തിന്റെ അധിപൻ എന്നാണ് യേശുവിനെ വിളിക്കുന്നത്. पुराने नियम में यीशु मसीह को सेना के प्रधान के रूप में कहा गया है। ആകയാൽ യേശുവാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് തറയിലോട്ട് വീണത്. उसी कारण यीशु जानकर ही उसने उसके सामने मुंह के बल गिर के दंडवत किया। യേശുവിനെ ആരാധിച്ചു. वो यीशु मसीह को आराधना किया। യേശു അദ്ദേഹത്തോട് പറഞ്ഞു എഴുന്നേക്ക് യോശുവ. यीशु मसीह ने उस प्रधान से यहोशू से कहा कि खड़ा हो जा, യുദ്ധം എനിക്കുള്ളതാ, युद्ध मेरा है, നീ ഒന്നും ചെയ്യണ്ട, तू खड़ा रहना, ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി. मैं जो कहूंगा वो आज्ञा पालन करने से काफी है। നീ ജനത്തെ കൂട്ടി യെരിഹോ മതിലിന്റെ വട്ടത്തിൽ ഒരു പ്രാവശ്യം നടക്കണം. तुम इन लोगों को मिलाकर तू इस एरियो के चारों ओर घूमना, രണ്ടാം ദിവസവും മൂന്നാം ദിവസവും നാലാം ദിവസവും ആറാം ദിവസം വരെ അങ്ങനെ നടക്കണം. दूसरा दिन, तीसरा दिन, चौथा दिन, छठे दिन तक आप घूमते रहना। ഏഴാമത്തെ ദിവസം 7वें दिन കാഹളങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് धुरी लेते हुए നിങ്ങൾ 7 പ്രാവശ്യം ഇതിന് വട്ടം നടക്കണം. और इस दीवार के चारों ओर 7 बार घूमना। ഏഴാമത്തെ പ്രാവശ്യം വട്ടം നടന്നു കഴിയുമ്പോൾ 7वें बार जब चक्कर काटेंगे तो നിങ്ങൾ കാഹളങ്ങൾ നീട്ടി ഊതണം. आप अपनी तुरियों को सांस फूल कर फूंकना। അങ്ങനെ ഏഴാമത്തെ ദിവസം 7 പ്രാവശ്യം യോശുവ ജനവുമായി വട്ടം നടന്നു. ऐसे यहोशू और पूरे दल जो है यरीहो की दीवार के चारों ओर 7 बार 7 दिन वो घूमे। ജനം കാഹളങ്ങൾ നീട്ടി ഊതി. पूरे लोग अपने हाथों में जो तुरी था फूके। അവർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എരിഹോവിന്റെ മതിലുകൾ അടന്ന് അകത്തോട്ട് വീഴുകയാണ്. वे लोग जब देख रहे थे तो यरीहो की दीवार वो टूटकर अंदर की ओर गिर रहा था। ഈ മതിലിന്റെ വട്ടത്തിലാണ് ഇവർ നടക്കുന്നത്. इस दीवार के चारों ओर वो घूम रहे हैं। പുറത്തോട്ടാണ് മതിൽ വീണതെങ്കിൽ अगर वे दीवार बाहर की ओर गिरेगा तो ഒരു പക്ഷേൽ ഒരു മനുഷ്യന്റെ മേൽ വീണെന്ന് വരാം. मान के चलेगा कि जब गिरेगा तो एक इस्राएली के ऊपर गिर सकता है। അത് വരാതെ മതിൽ അകത്തോട്ട് വീണു. वो ना होने पाए इसलिए इस दीवार अंदर की ओर गिरा। എങ്ങനെയായിരിക്കും മതിൽ വീണത്? वो कैसे गिरा आप जानते हैं? ഞാൻ കരുതുന്നത് मेरी यह भावना है 1 ലക്ഷമോ 5 ലക്ഷമോ ദൈവദൂതന്മാർ ഇറങ്ങി 1 लाख या 5 लाख देव परमेश्वर के दूत उतर आए। അവർ മതിൽ അകത്തോട്ട് തൊഴിച്ചിട്ടതായിരിക്കണം. वो अंदर की ओर धक्का देकर लात मार कर गिराया होगा। എരിഹോവിന്റെ മതിലുകൾ ഇടിഞ്ഞു വീണു. एरिहो की दीवार नीचे की ओर गिरा। ഇസ്രായേൽ ജനം നേരെ എരിഹോവിൽ കയറി. इस्राएल के लोग एरिहो के अंदर प्रवेश किए। 33 അന്യദേവന്മാരുടെ ശക്തികളെ മൊത്തം തെരത്തി. इस 33 पराये देवताओं की शक्तियों को एकदम वो ढास दिए। ആരാണ് യുദ്ധം ചെയ്യേണ്ടത്? कौन युद्ध करना है? ദൈവമാണ് യുദ്ധം ചെയ്യേണ്ടത്. परमेश्वर युद्ध करेंगे। പുതിയ നിയമത്തിൽ യേശുവാണ് യുദ്ധം ചെയ്യുന്നത്. नए नियम में परमेश्वर यीशु मसीह युद्ध करेंगे। യേശുവിന്റെ രക്തമാണ് നമ്മെ വിടുവിക്കുന്നത്. परमेश्वर की लहू हमें छुटकारा देते हैं। ഇവിടെ ആ രക്തം എങ്ങനെ എത്തും? इधर वो लहू कैसे आएगा? ദൈവം നിയമിച്ച ചില അഭിഷക്തന്മാരുണ്ട്. परमेश्वर नियमित किया हो कुछ अभिषिक्त लोग हैं। നിങ്ങളിൽ ഒരാളിനെ ദൈവത്തിന് അഭിഷേകം ഏൽപ്പിക്കാം. अगर परमेश्वर हम में से कोई किसी को अभिषेक दे सकते हैं। നിങ്ങളുടെ കൈ കൊണ്ടാണ് അത്ഭുതം നടക്കേണ്ടത്. आपके हाथों से अद्भुत चमत्कार होना है। എനിക്ക് ഒരു മെഡിക്കൽ ഡോക്ടർ വർഗീസ് എന്ന് പറയുന്ന ഒരു ഗ്രേസ് വർഗീസ് എനിക്ക് പേഴ്സണലി അറിയാം. एक ग्रेस वर्गीस नाम का एक मेडिकल डॉक्टर मैं जानता हूँ। അവര് സിംഗപ്പൂരിൽ ജോലി ചെയ്യായിരുന്നു. वो सिंगापुर में वो काम कर रहे हैं। ഞാനും എൻ്റെ ഭാര്യയും അവരുടെ കൂടെ ഒരു ദിവസം താമസിച്ചിട്ടുണ്ട്. मैं और मेरी पत्नी उनके साथ एक दिन वास किया था। ഡോക്ടർ ഗ്രേസ് വർഗീസിന്റെ ഭർത്താവ് മിസ്റ്റർ വർഗീസ് ഒരു പൈലറ്റാണ്. डॉक्टर ग्रेस वर्गीस के पति जो है मिस्टर वर्गीस वो एक पायलट है। പക്ഷേ ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ രണ്ടുപേരും കൂടെ 40 ദിവസത്തെ ഉപവാസമാണ്. और मैं जब जा रहा था तो उस दिन वो 40 दिन के उपवास में थे। അദ്ദേഹം പൈലറ്റും ഇവർ മെഡിക്കൽ ഡോക്ടറുമാണ്. वो पायलट और मेडिकल डॉक्टर ഇവർക്ക് പല ഹോസ്പിറ്റലുകളും പല ക്ലിനിക്കുകളും ഒക്കെ ഉണ്ട്. इनको अनेक अस्पताल और अनेक क्लिनिक्स है। അവർ എന്നോട് പറഞ്ഞത് ഒരു സ്റ്റേറ്റ്മെന്റ്. उन्होंने एक घटना मुझसे बताया। 5 ഹോസ്പിറ്റലുകൾ 5 ക്ലിനിക്കുകൾ അന്ന് അവർക്കുണ്ടായിരുന്നു. उस जमाने पर उनके हाथों में 5 अस्पताल है। അന്നത്തെ സിസ്റ്റം അനുസരിച്ച് എല്ലാ ക്ലിനിക്കിലും വൈകിട്ട് രാത്രി 9 മണിയാകുമ്പോൾ ഇരുന്ന് അന്നന്നത്തെ കളക്ഷൻ കൊണ്ടുവരും. उस जमाने के नियम के अनुसार शाम को 9 बजे हर अस्पताल के जो धन जो है इकट्ठा करके वो आते हैं। 5 കാഷ്യർസ് ഒരുമിച്ച് ഒരു ഓഫീസിൽ കൊണ്ടുവരും. 5 कैशियर्स कैश लेकर धन लेकर एक अफसर आते हैं। അവരുടെ മെയിൻ അക്കൗണ്ടന്റ് അവിടെ ഉണ്ട്. ഓരോന്നിന്റെ കണക്ക് നോക്കി അവരെ ടോട്ടൽ ക്യാഷ് എണ്ണി വാങ്ങും. मेन अकाउंटेंट है, हर एक के हिसाब लेकर वो धन लेते हैं। 10 മണിയാകുമ്പോൾ ഡോക്ടർ ഗ്രേസ് അവിടെ ചെല്ലും. 10 बजे डॉक्टर ग्रेस पहुंचेंगे। കംപ്ലീറ്റ് കണക്കും കൊടുക്കും, ഈ കാഷും കൊടുക്കും. पूरे हिसाब देते हैं और एक कैश भी देते हैं। എല്ലാ അക്കൗണ്ട് തീർത്ത് സൈൻ ചെയ്ത് 10-15 ആകുമ്പോഴത്തേക്ക് അവർ വീട്ടിൽ പോകും. 10-10 बजे के आसपास पूरा हिसाब लेने के बाद वो वापस अपने घर ले चले जाते हैं। ഇതുപോലെ ഒരു ദിവസം രാത്രിയിൽ 10 മണിക്ക് ഗ്രേസ് അവിടെ ചെന്നു. ऐसे ही एक रात को 10 बजे डॉक्टर ग्रेस उधर पहुंचे। അവരുടെ അക്കൗണ്ടന്റ് ക്യാഷ് മുഴുവൻ മേശപ്പുറത്ത് വെച്ചു, അക്കൗണ്ട് കൊടുത്തു. उस अपने अकाउंटेंट पूरा धन टेबल के ऊपर रखने के बाद हिसाब दिखाए। മേശയുടെ ഇങ്ങേ സൈഡിലിരുന്ന് ഗ്രേസ് ഈ പണം എണ്ണിക്കൊണ്ടിരിക്കുക. इस मेज के इस कोने पर बैठकर वो धन गिन रहे हैं।
പെട്ടെന്ന് മുൻപിലിരിക്കുന്ന അക്കൗണ്ടന്റ് അയ്യോ എന്നൊരു വിളി വിളിച്ചു. तुरंत जब सामने बैठे हुए एक अकाउंटेंट वो चिल्ला रही है. ഡോക്ടർ ഗ്രേസ് പെട്ടെന്ന് തല ഉയർത്തി നോക്കുമ്പോൾ डॉक्टर ग्रेस जब सर उठा के देखे, ഈ അക്കൗണ്ടന്റിന്റെ പുറകിലായിട്ട് ഒരു കണ്ണാടി ഇരിപ്പുണ്ട്. इस अकाउंटेंट के पीछे एक शीशा है. ആ കണ്ണാടിക്കകത്ത് കാണുന്നത് उस शीशा में वो देख रहे हैं ഒരു റൗഡി ഈ സ്ത്രീയെ വെടിവെക്കാൻ വേണ്ടി അവരുടെ തലയിൽ തോക്കും ചൂണ്ടിക്കൊണ്ട് നിൽക്കുക. एक राउडी इस डॉक्टर ग्रेस को बंदूक से मारने के लिए अपनी बंदूक फैला हुआ है. അവരെ വെടിവെച്ച് കളഞ്ഞേച്ച് ക്യാഷ് എടുത്തോണ്ട് പോകാൻ. उनको गोली से मारकर कैश लेके जाने के लिए. ഡോക്ടർ ഗ്രേസ് വർഗീസ് എന്നോട് പറഞ്ഞ വാചകം, എന്നോടും എന്റെ ഭാര്യയോടും കൂടെ പറഞ്ഞ വാചകം, डॉक्टर ग्रेस वर्गीस मुझसे मेरी पत्नी से कहा हुआ एक बात यह है, 2 സെക്കൻഡ് കൊണ്ട് എനിക്ക് എന്റെ മനസ്സ് തിരികെ പിടിക്കാൻ കഴിഞ്ഞു. 2 सेकंड के अंदर मेरी मन को मैं काबू कर लिया. ഞാൻ കണ്ണാടിക്കകത്തേക്ക് നോക്കി അയാളുടെ മുഖത്തോട് കണ്ണാടിക്കകത്തൂടെ കണ്ടു. मैं शीशा से उसकी चेहरा मैंने देख लिया. അയാള് കണ്ണാടിക്കകത്തൂടെ എന്റെ മുഖത്ത് നോക്കുന്നുണ്ട്. वो उस शीशे से मेरी आंखों को मैं देख रहे हैं. ഞാൻ കണ്ണാടിയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, उस इंसान के उनको देखते हुए, उस शीशा में देखते हुए मैंने कहा, डू नॉट मूव, स्टे देयर इन जीसस नेम. हिलना मत, खड़े रहना यीशु के नाम से. ആ മനുഷ്യൻ അനങ്ങാതെ തോക്കും പിടിച്ചോണ്ട് നിൽക്കുക. वो बंदा हिले बिना वो खड़ा है, बंदूक पकड़े हुए. അയാളോട് കൽപ്പിച്ചത് അനങ്ങിയേക്കരുതെന്നാ. क्योंकि उससे मैंने बताया कि वो हिलना नहीं है. ആ മനുഷ്യൻ അനങ്ങാതെ നിന്നു. उस इंसान हिले बिना खड़ा रहा. അയാളുടെ കൂടെ ഒരുത്തനുണ്ട്, അവനും അനങ്ങാതെ നിന്നു. उसके साथ एक और बंदा था, वो व्यक्ति भी हिले बिना खड़ा रहा. ഈ 2 സ്ത്രീകൾ എഴുന്നേറ്റ് इन दोनों स्त्रियों ने उसको मिलाकर തോക്കുമായി നിൽക്കുന്നവന്റെ കൈയും കാലും കെട്ടി इस बंदूक से खड़ा हुआ इस इंसानों को बांध लिए. 2 പേർക്കും അനങ്ങാൻ കഴിയുന്നില്ല. दोनों वो हिल नहीं पा रहे. മറ്റവനെ ഒരു മുറിക്കകത്ത് അടച്ചിട്ടു. एक दूसरा व्यक्ति को एक कमरे के अंदर बंद किया. പോലീസിനെ വിളിച്ച് 2 പേരെയും കൈമാറി. पुलिस को बुलाए और दोनों को पुलिस के हवाले कर दिए. ഡോക്ടർ ഗ്രേസ് വർഗീസ്, അങ്ങേക്ക് ഈ ശക്തി എവിടെ നിന്ന് കിട്ടി? डॉक्टर ग्रेस वर्गीस, आपको ये सामर्थ कहां से मिला? ബൈബിൾ പറയുന്നു, എന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. बाइबल कहता है कि हमारे अंदर काम करने वाली परमेश्वर एक शक्ति है. കാൽവരിയുടെ ശക്തി, वो कलवारी क्रूस की शक्ति सामर्थ है. കാൽവരിയുടെ ശക്തി, कलवारी क्रूस की सामर्थ. കൈമാറ്റത്തിന്റെ ഇടം യേശുവിന്റെ കാൽവരിയാണ്. स्थानांतरण की जो जगह है वो क्रूस की जगह है. ഇന്ന് പകലും നിങ്ങളുടെ മേൽ ബലം തരുന്നത് യേശുവിന്റെ കാൽവരിയാണ്. आज रात भी आपके सामर्थ देने वाले परमेश्वर यीशु मसीह क्रूस की साथ देता है. ശാപം പൊട്ടിക്കുന്നത് യേശുവിന്റെ കാൽവരിയാണ്. इस शाप को तोड़ने वाली उस क्रूस ही है. പക്ഷേ കാൽവരിയുടെ നിയമം ഇവിടെ കൊണ്ടുവരുവാൻ ദൈവം ചിലരെയാക്കി. उस क्रूस के नियम हमारे मध्य में लाने के लिए परमेश्वर कुछ लोगों को ठहराए हैं. ഇന്ന് ദൈവം അത് ചെയ്യട്ടെ. आज परमेश्वर हमारे लिए वो करने पाए. യെരമ്യാവിനോട് പറഞ്ഞായിരുന്നു, പൊളിക്കാനും പണിയാനും ഞാൻ നിന്നെ അധികാരപ്പെടുത്തുക. यिर्मयाह से परमेश्वर ने कहा कि तुझे तोड़ने के लिए, नष्ट करने के लिए बनाया है. യോശുവയോട് പറഞ്ഞു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും നിനക്ക് വിരോധമായി ഒരുത്തൻ നിൽക്കത്തില്ല. यहोशू से परमेश्वर ने कहा कि तेरे जीवन भर कोई तेरे सामने ठहर नहीं सकता है. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ लूका सुसमाचार 10वीं अध्याय की 19वीं आयत में लिखा है, യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് ബലം തരികയാ. परमेश्वर ने अपने चेलों से कहा कि सांप बिच्छुओं को और शैतान की सारी समर्थ को कुचलने के लिए मैं तुझे अधिकार देता हूं. സെഖര്യാവിന്റെ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം പറഞ്ഞു, सकरिया की किताब 4थे अध्याय की 4th आयत क्या है? സൈന്യത്താലല്ല ശക്തിയാലല്ല, सैन्य से नहीं परंतु सामर्थ से नहीं, എന്റെ ആത്മാവിനാൽ ഞാൻ ചെയ്യും. मेरी आत्मा से मैं करूंगा. ഈ രാത്രിയിൽ സൈന്യവുമില്ല, ശക്തിയുമില്ല, പകരം ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഉണ്ട്. आज रात सैन्य नहीं है, सामर्थ नहीं है, परंतु पवित्र आत्मा इधर है. ചിലതിന്റെ ശാപങ്ങൾ പൊട്ടാൻ പോകുകയാണ്. कुछ लोग इस शाप को प्रभु तोड़ेंगे. ഇതിനകത്ത് ചില ഗൗരവമുള്ള കാര്യങ്ങൾ ഞാൻ തൊടട്ടെ. गहरे बातों में बताऊंगा. 58-ാമത്തെ സങ്കീർത്തനം 4-5 വാക്യങ്ങളിൽ 58वीं भजन संहिता 4 और 5वें वचन में ऐसा लिखा है, പൊട്ട അണലികളെ ഉപയോഗിച്ചുള്ള മന്ത്രവാദം വരെ കർത്താവ് പൊട്ടിച്ചെടുക്കും. सांप को लेकर जो बनाया गया वो शक्ति सामर्थ को तोड़ेंगे. മന്ത്രവാദത്തിന്റെ കട്ടിയുള്ള രംഗങ്ങളിൽ ഒന്നാണ് പൊട്ട അണലിയെ ഉപയോഗിച്ചുള്ള മന്ത്രവാദങ്ങൾ. वो सपेरा को लेकर जो बनाया गया जादू टोना है वही सामर्थ्य है. അവർ ഞാൻ അതിനെയും പൊട്ടിക്കും, मैं उसको तोड़ूंगा. നിന്നെ ഒന്നും തൊടത്തില്ല. वो तुझे तोड़ेगा नहीं, ഒരു ശക്തിയും നിന്നെ തൊടത്തില്ല. तुझे कोई छू नहीं पाएगा. അതുകൊണ്ടാ പറഞ്ഞത്, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും നിനക്കെതിരെ നിൽക്കയില്ല. इसलिए मैंने कहा कि तेरे जीवन भर कोई शक्ति तेरे विरोध में खड़ा नहीं हो पाएगा. മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞു, ബലവാന്മാരെ പിടിച്ചു കെട്ടുവാൻ യേശു അത് നമ്മെ ഏൽപ്പിച്ചതാണ്. मत्ती समाचार में परमेश्वर ने कहा कि तू बलवान को तू बांध सकता है. കർത്താവ് പറഞ്ഞു, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ അരമന കൊള്ള ചെയ്യാൻ ഒക്കത്തില്ല. बलवान को बांधे बिना उसके दरबार को लूट नहीं कर सकते हैं. ഈ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ശത്രുവെന്ന ബലവാനെ ഞങ്ങൾ വചനത്താൽ കെട്ടുകയാ. आज रात को यीशु मसीह के नाम से परमेश्वर के वचन के आधार पर खड़ा होकर शत्रु के सारी बल को मैं बांध रहा हूं. അത് ദൈവം നമ്മെ ഏൽപ്പിച്ചതാണ്. परमेश्वर ने हमें दिया हुआ है.
ഞാൻ ഇനി മറ്റൊരു ഉദാഹരണം പറയാം. एक उदाहरण बताऊंगा. പഴയ നിയമത്തിൽ ഏലീശ എന്നൊരു പ്രവാചകനെ കാണാം. पुराने नियम पर एलीशा नाम का एक भविष्यवक्ता है. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ दूसरे राजाओं की किताब दूसरे देखिए 21वें में ऐसे लिखा है. യോശുവ ഒരിക്കൽ എരിഹോവിലേക്ക് വരികയാണ്. यहोशू एरिहो की ओर आ रहा था. ഞാൻ എരിഹോവിനെ കുറിച്ച് ഒന്നുകൂടെ പറയട്ടെ. एरिहो के बारे में एक और बताऊंगा. നമ്മൾ പറഞ്ഞായിരുന്നു എരിഹോ പൊളിക്കാൻ ദൈവം ഉപയോഗിച്ചത് യോശുവയും സൈന്യത്തെയുമാണ്. हम लोग सीखे हैं कि एरिहो को तोड़ने के लिए यहोशू और सेना को ही उपयोग किए हैं. യോശുവ എരിഹോവിനെ പൊളിച്ച ശേഷം അതിനെ അങ്ങ് ശപിച്ചു. एरिहो को तोड़ने के बाद एरिहो को शापित किया यहोशू ने. എന്നെങ്കിലും ഒരുത്തൻ ഒരിക്കൽ ഈ എരിഹോ പട്ടണം തിരിച്ചു പണിതാൽ किसी समय पर एरिहो को कोई बनाने के लिए सामने आएगा तो അതിന്റെ അടിക്കല്ലിടുന്ന അന്ന് അവന്റെ ആദ്യജാതൻ മരിക്കട്ടെ. उसके नींव के पत्थर डालने के पहले दिन ही उसके जेठा मरने पाए. ഈ പട്ടണം ഇനി പണിയാൻ പാടില്ല. इस शहर को कोई बनाने न पाए. 33 അശുദ്ധ ശക്തികളെ ആരാധിച്ച ഈ പട്ടണം ഇനി ശപിക്കപ്പെട്ടിരിക്കണം, പണിയരുത്. 33 अशुद्ध पराये देवताओं को पूजा किया वो इस शहर फिर कोई बनाने न पाए. അദ്ദേഹത്തിന്റെ വാശിയിൽ പറഞ്ഞു ഇതിന്റെ അടിക്കല്ലിടുന്നവന്റെ ആദ്യജാതൻ അന്ന് മരിക്കട്ടെ. वो क्रोधित में होकर कहा कि इसको जो बनाएगा उसकी जेठा पुत्र मरने पाए. ഇത് പണിതിന്റെ ഉത്തരം വെക്കുന്ന സമയത്ത് इसके जो उसको सब बनाते वक्त അവന്റെ രണ്ടാമത്തെ മോനും മരിക്കട്ടെ. उसका दूसरा बेटा भी बना वो गिरने पाए. പട്ടണത്തെ ശപിച്ചു. इस शहर को शापित किया. ഇനി മേലാൽ ഇത് പണിയരുതെന്ന് പറഞ്ഞു. इसको कोई बनाने न पाए. നീണ്ട വർഷങ്ങൾ എരിഹോ പട്ടണം പണിയാതെ കിടന്നു. ऐसे ही इस अनेक साल एरियो की दीवार कोई बना नहीं पाए. അടുത്തൊരു തലമുറ വന്നു, അവർക്ക് ഇതൊന്നും അറിയാൻ വയ്യ. अगले पीढ़ी जब आए तो कोई जानते नहीं थे. പട്ടണത്തിന് അടിക്കല്ലിട്ട അന്ന് പണിതവന്റെ ആദ്യജാതൻ മരിച്ചു. इस शहर की नींव डालते वक्त उस बनाने वाले की जेठा पुत्र मर चुका. ഇങ്ങനൊരു ശാപം ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ऐसे एक श्राप है वो जानता नहीं था. ഉത്തരം വെച്ചെന്ന് രണ്ടാമൻ മരിച്ചു. उसके जब चौखट खड़ा किया तो कोई उसका दूसरा बेटा भी मर चुका. ഇങ്ങനൊരു ശാപം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. ऐसे एक श्राप है वो जानता नहीं था. നമ്മി പലരുടെ മേലും പല ശാപങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാൻ വയ്യ. हम में से अनेकों के अंदर एक श्राप है, अनेक लोग जानते नहीं है. ഇത് കഴിഞ്ഞാണ് ദൈവം പല പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചത്. इसके बाद ही अनेक भविष्यवक्ताओं को प्रभु ने खड़ा किया है. ഏലീശ എന്നൊരു ശക്തിയേറിയ പ്രവാചകൻ വന്നു. एलीशा नाम का एक सामर्थ्य भविष्यवक्ता खड़ा हुआ. ഒരിക്കൽ ഏലീശ വരുമ്പോൾ എരിഹോവിലെ ആളുകൾ ഏലീശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, एक दिन एलीशा जब आ रहा था तो एलिया के भक्त लोग आए. യജമാനനെ ഈ പട്ടണം അതിമനോഹരമാണ്, यजमान इस जगह बहुत ही सुंदर है, പക്ഷെ ഇതൊരു ശപിക്കപ്പെട്ട പട്ടണമാണ്. परंतु ये श्रापग्रस्त जगह है. ഇതിനകത്തെ വെള്ളം പെശക, इसकी जो पानी वो दर्दनाक है. ഇവിടെ കുഞ്ഞുങ്ങൾ ജനിക്കത്തില്ല, इधर बच्चे जन्म नहीं लेते हैं. ഞങ്ങൾക്ക് ഗർഭനാശം ഉണ്ടാകുന്നു, इधर मौत हो रही है. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒന്നും നടക്കുന്നില്ല, इधर गर्भ गिर रहा है. इधर जो सोच रहे वो नहीं हो रहा है. ഞങ്ങളുടെ ജനസംഖ്യ വളരുന്നില്ല, हमारी जनसंख्या बढ़ नहीं रहा ഈ है. വെള്ളം അഴുക്കാണ്, ये जो पानी वो ഇത് बुरा है, ശപിക്കപ്പെട്ട് കിടക്കുകയാണ്. ये श्रापग्रस्त है. ഏലീശ പറഞ്ഞു ഞാൻ ആ ശാപം പൊട്ടിക്കാൻ പോകുകയാണ്. एलीशा ने मैंने कहा कि मैं उस शाप को तोड़ूंगा. വേറൊരു യോശുവ ശപിച്ചതാണെങ്കിലും ഇനി ഒരുത്തനത് പൊട്ടിക്കാൻ കഴിയും. कोई शापित क्या है तो दूसरा व्यक्ति वो तोड़ सकता है. യോശുവയെ ഉപയോഗിച്ച് അതേ ദൈവം ഇവിടെ ഏലീശയെ ഉപയോഗിക്കുകയാണ്. यहोशू को जिसने परमेश्वर ने उपयोग किया उसी जगह पे परमेश्वर ने एलीशा को भी उपयोग कर रहे हैं. ഏലീശ പറഞ്ഞൊരു അല്പം ഉപ്പിഞ്ഞു കൊണ്ടുവാ. एलीशा ने कहा कि तू थोड़ा सा नमक लेके आना. അവരല്പം ഉപ്പ് കൊണ്ട് കൊടുത്തു. वो थोड़ा नमक लेकर ആ आया. ഉപ്പ് അദ്ദേഹം ഒരു തളികക്കകത്തോട്ട് കലക്കി. एक नया पात्र बर्तन में वो डाले. എന്നിട്ട് ആ ഉപ്പ് വെള്ളത്തിനകത്തോട്ട് ഒഴിക്കാൻ പറഞ്ഞു. उस पानी को अंदर इस नमक को डालने पाए. കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു യഹോവ ഈ പട്ടണത്തെ ശുദ്ധീകരിക്കുന്നു. उस पानी को डालते वक्त एलीशा ने कहा कि यहोवा परमेश्वर इस शहर को शुद्ध कर रहे हैं. ഈ വെള്ളം കൊണ്ട് ഇനി ഗർഭനാശം ഉണ്ടാകയില്ല. इस पानी में अब गर्भपात नहीं होगा. യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम से കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഈ അധികാരത്തിൽ നിന്ന് परमेश्वर जो मुझे अधिकार दिया वो अधिकार में ठहरा ദൈവത്തോട് വ്യവസ്ഥയും നിയമവും ചെയ്ത ദൈവപൈതലിന് വിരോധമായ ശാപങ്ങളെ ഇന്ന് പകൽ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. परमेश्वर के साथ वाचा बांधा हुआ उनके विरोध में खड़ा वो श्राप को मैं आज यीशु मसीह के नाम से तोड़ रहा हूं. ദൈവസന്നിധിയിൽ വ്യവസ്ഥ ചെയ്ത ദൈവമക്കൾ, परमेश्वर सन्निधि में वाचा बांधा हुआ व्यक्ति लोग, വേറെ ആർക്കും ഇത് ബാധകമല്ല. किसी और को नहीं है. നമ്മുടെ സ്വന്തം അകൃത്യങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ്, हमारे पाप को परमेश्वर के सामने कबूल करके, നമ്മുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ്, हमारे माता पिताओं की पापों को कबूल करके, നമ്മുടെ ദേശത്തിന്റെ അകൃത്യങ്ങൾ ദൈവത്തോട് हमारे ഏറ്റുപറഞ്ഞ്, इस देश की पापों को कबूल करते हुए, എന്റെ ജീവിതത്തിൽ അത് ഉണ്ടാകത്തില്ല എന്ന് ഏറ്റുപറയുന്ന ദൈവമൈതലേ, आइंदा हमारी जिंदगी में कभी नहीं होगा परमेश्वर से मानकर, യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേലുള്ള ശാപത്തിന്റെ കെട്ടുകൾ ഇന്ന് ക്രൂശിന്റെ ചുവട്ടിൽ പൊട്ടട്ടെ. यीशु मसीह के नाम से आपके जो श्राप है इस क्रूस के नीचे आपके ऊपर जो श्राप वो टूटने पाए. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൽ പറഞ്ഞു, व्यवस्था 7वें अध्याय में लिखा है, യഹോവ സകല രോഗങ്ങളും നിന്റെ അടുക്കൽ നിന്ന് മാറ്റും. यहोवा सारी बीमारियों को तुमसे दूर करेगा. യഹോവ സകല രോഗങ്ങളും നിന്നിൽ നിന്ന് അകറ്റും. यहोवा परमेश्वर आपके ऊपर से सारी बीमारियों को हटाएंगे. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. मैं चंगा करने वाला परमेश्वर हूं. ഇന്ന് പകൽക്കാലം സകല രോഗവും നിങ്ങളിൽ നിന്ന് അകറ്റും. आपके
मध्य में से सारी बीमारियों को നീ हटाऊंगा। അറിഞ്ഞിരിക്കുന്ന മിസ്രയീമ്യരുടെ ദുർവ്യാധികളിൽ ഒന്നും അവർ നിന്റെ മേൽ വരുത്താതെ സൂക്ഷിക്കും. मिस्रियों की जो बुरी बुरी व्याधियों को तुम्हारे से हटाऊंगा। ഈ രാത്രിയിൽ ദുർവ്യാധികൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. आज रात हर एक बुरी व्याधियां हमेशा के लिए हटने पाए, രോഗശക്തികൾ പൊട്ടിമാറാം. बीमारी की शक्तियां टूटने पाए, മാനസിക രോഗങ്ങൾ പൊട്ടിമാറാം. मानसिक असंतुलन शक्तियां तोड़ने पाए, ശാരീരിക രോഗങ്ങൾ പൊട്ടിമാറാം. शारीरिक बीमारियां यीशु के नाम से चंगाई होने दे। യേശുവിന്റെ നാമത്തില് यीशु मसीह के नाम से പൈശാചിക വ്യാപാരങ്ങൾ കെട്ടടങ്ങാം. शैतानी शक्तियां हमेशा के लिए कैद होने पाए, അത് യേശുവിന്റെ കാൽവറി മുഖേനയാണ്. यीशु मसीह के कलवारी क्रूस के नाम से। ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. മത്തായിയുടെ സുവിശേഷം 16:18 യേശു പത്രോസിനോട് പറഞ്ഞു, സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ നിന്റെ തരിക. मत्ती समाचार 16वें अध्याय की 18वीं आयत में पतरस से यीशु मसीह कह रहे हैं, എവിടെയാ പറയുന്നത്? 16-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ. 16वें अध्याय की 18वीं आयत में से लिखा है, ഒരു സോറി 16:19 16 की 19वीं आयत में से लिखा है। ഒരു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ 18-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, कुछ और देर के बाद 18वीं अध्याय की 18वीं आयत में से लिखा है, പത്രോസിന് തന്നെയല്ല, केवल पतरस को अकेला नहीं, പ്രമാണം അനുസരിക്കുന്ന നിങ്ങൾക്ക് എല്ലാം ഞാൻ ഈ അധികാരം തരിക. जो कोई परमेश्वर की नियमों को मानते हैं वे सब उन सबको प्रभु ये अधिकार देते हैं। 16-ാമത്തെ അധ്യായത്തിൽ പത്രോസിന് മാത്രം കൊടുത്ത അധികാരം 16वें अध्याय में केवल पतरस को दिया गया था, 18-ാമത്തെ അധ്യായത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തു. 18वीं अध्याय में परमेश्वर कलीसिया को दे रहे हैं। ഈ രാത്രിയിൽ വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ इस रात जो कोई विश्वास करते हैं, ഒരു അധികാരത്തിന്റെ കൈമാറ്റം കർത്താവ് ഇതിനകത്ത് തരട്ടെ. इस अधिकार की हमारे अंदर प्रभु उंडेलने पाए। നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. इस धरती में जो कुछ बांधा जाएगा वो बांधेगा। യെരമ്യാവിന്റെ പുസ്തകം 51-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ यिर्मयाह की किताब 51वीं अध्याय की 20वीं आयत में കർത്താവ് യെരമ്യാവിനോട് പറഞ്ഞു, യെരമ്യാവേ നീ എന്റെ യുദ്ധായുധമാ. परमेश्वर यहोवा से कहा कि तू मेरा युद्ध की आयुध है, നിന്നെ ഉപയോഗിച്ചാൻ കുതിരയെ വെട്ടും. तुझे उपयोग करते हुए मैं घोड़ों को डालूंगा, നിന്നെ ഉപയോഗിച്ചാൻ കുതിര പുറത്ത് കയറിയവനെ വെട്ടും. तुझे उपयोग करते हुए मैं जो घोड़े पर सवार है उसको भी गिराऊंगा। ആ കാലത്ത് കുതിരപ്പുറത്ത് വരുന്നത് പട്ടാളത്തിന്റെ കമാൻഡേഴ്സ് ആണ്. उस जमाने पर जो घोड़े पर सवार होकर आते हैं वो कमांडर सेना के प्रधान है। സാധാരണ യുദ്ധത്തിൽ പടയാളികൾ കഴുതപ്പുറത്താ വരുന്നത്. साधारण युद्ध की जो अधिकारी लोग सैनिक चल के आते हैं। യെരമ്യാവേ ഞാൻ നിന്നെ ഉപയോഗിക്കും, यिर्मयाह मैं तुझे उपयोग करूंगा, നിന്നെ ഉപയോഗിച്ച് ഞാൻ കുതിരയെ വെട്ടും. तुझे उपयोग करते हुए मैं घोड़ों को काट डालूंगा, അതിന്റെ മേൽ ഇരിക്കുന്ന ക്യാപ്റ്റനെ ഞാൻ വെട്ടും. उसके बाद जो कप्तान है उसको भी गिराऊंगा। യേശുവിന്റെ നാമത്തില് यीशु मसीह के नाम से ദൈവസഭയെ ഉപദ്രവിക്കുന്ന ശത്രുവിന്റെ ക്യാപ്റ്റനെ ഇന്ന് ഞങ്ങൾ നിഷ്കാസനം ചെയ്യുകയാണ്. यीशु मसीह की इस कलीसिया को विरोध करने वाले, विद्रोह करने वाले, सताने वाली शक्तियों को, उस कप्तान को मैं यीशु मसीह के नाम से मैं काट डाल रहा हूं। നീ എന്റെ വെൺമഴുവാണ്, तू मेरे हथियार നീ है, യുദ്ധത്തിന്റെ ആയുധമാണ്. तू मेरे हथियार है। ദൈവത്തിനൊന്ന് യുദ്ധം ചെയ്യണമെങ്കിൽ ഞാനും നിങ്ങളും വേണം. परमेश्वर को युद्ध करना है तो आप और मुझे परमेश्वर की जरूरी है। ഈ യുദ്ധം നമ്മുടേതല്ല, इस युद्ध जो है हमारा नहीं ഈ है, യുദ്ധം ദൈവത്തിനുള്ളതാണ്. इस युद्ध परमेश्वर का है। ദൈവം ഇവിടെ യുദ്ധം ചെയ്യുമ്പോൾ എന്നെയും നിങ്ങളെയും ദൈവം ഉപകരണങ്ങളായി ഉപയോഗിക്കുക. परमेश्वर जब युद्ध करेंगे तो आपको और मुझे परमेश्वर उपयोग करेंगे। യെശയ്യാവിന്റെ പുസ്തകം 41-ാമത്തെ അധ്യായത്തിൽ यशायाह की किताब 41वीं अध्याय में अगर पढ़ेंगे അതിന്റെ 15-ാമത്തെ വാക്യം പറയുന്നത്, उसके 15वीं आयत अगर आप देखेंगे, ഞാൻ നിന്നെ പുതിയൊരു മെതിവണ്ടിയാക്കാൻ പോകുകയാ. मैं तुझे एक नया दांत वाली एक दावड़ी बनाऊंगा। ആ മെതിവണ്ടിക്ക് 3 പ്രത്യേകതകൾ. उसमें 3 विशेषताएं हैं। ഒന്ന് ഒരു പുതിയ മെതിവണ്ടി, एक नया दावनी वाली चीज है, 2 പല്ലേറിയ മെതിവണ്ടി, एक दांत वाले दावनी, 3 മൂർച്ചയുള്ള മെതിവണ്ടി. एक तेज धार वाला होगा। ഇന്ന് പകൽ വിശ്വസിച്ചേൽപ്പിക്കുന്ന ദൈവമക്കൾ മൂർച്ചയുള്ള പല്ലേറിയ മെതിവണ്ടികളാണ്. अगर आप परमेश्वर के हाथों में समर्पण करेंगे तो आप तेज धार वाले, दावने वाले एक यंत्र बनकर रहेंगे। നിങ്ങൾ മൂർച്ചയുള്ളവരാകയാൽ വെട്ടി മുറിച്ചിരിക്കും. आप तेज धार होने के कारण आप उसको तोड़ डालेंगे। നമ്മൾ ഒറ്റപ്പല്ലം മെതിവണ്ടിയല്ല, ഒരുപാട് പല്ലുകളുണ്ട്. एक दांत वाला नहीं परंतु अनेक दांत वाले हम लोग बनकर रहेंगे। ഒരുത്തനെ ദൈവം രോഗശാന്തിക്ക് ഉപയോഗിക്കും, വേറൊരുത്തനെ ഭൂതശാന്തിക്ക് ഉപയോഗിക്കും. एक को चंगाई करने के लिए, एक दूसरा लोगों को, ग्रस्त लोगों को आजाद करने के लिए उपयोग करेंगे। ബേഥേലിന്റെ ഹിന്ദി ആരാധന बेथेल की हिंदी आराधना പല്ലേറിയ മെതിവണ്ടിയായി മാറട്ടെ. अनेक दांत वाले यंत्र के रूप में बनने पाए। ഇവിടെ ഒറ്റപ്പല്ലം മെതിവണ്ടി അല്ല. इधर एक दांत वाला नहीं, ഒരുവൻ രോഗത്തിന്റെ മേൽ അധികാരമുള്ളവൻ, एक बीमारियों के अधिकार प्राप्त किया हुआ, വേറൊരുത്തൻ ഭൂതത്തിന്റെ മേൽ അധികാരമുള്ളവൻ, दूसरा दुष्टात्मा के ऊपर अधिकार उपयोग करने वाला, ഒരുവൻ ശത്രുവിന്റെ മേൽ അധികാരമുള്ളവൻ. दूसरा शत्रुओं के ऊपर अधिकार करने वाला। ഞാൻ നിന്നെ പല്ലേറിയതും മൂർച്ചയുള്ളതുമായ മെതിവണ്ടിയാക്കും. मैं आपको अनेक दांत वाले यंत्र के रूप में बनाऊंगा। നീ മെതിക്കാൻ പോകുന്നത് കോതമ്പല്ല, तू पिसने वाला एक गेहूं नहीं, നീ പർവ്വതങ്ങളെ മെതിക്കും. जब पिसोगे तो पहाड़ को ही നീ പർവ്വതങ്ങളെ മെതിക്കും. तू पहाड़ों को पिसोगे। സഭയുടെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ,
एक कलीसिया के सामने खड़ा हुआ महापर्वत, വ്യക്തികളുടെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, व्यक्तियों के सामने खड़ा हुआ हर एक बड़ा നിങ്ങൾ पहाड़ സമഭൂമിയായി മാറ്. तू समतल बन जाएगा. ദൈവസഭ അതിനെ പൊടിക്കുകയാണ്. इस कलीसिया पिसाएगा. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, इधर बैठे हुए अनेक परमेश्वर के बच्चे, നിങ്ങളുടെ മുമ്പിൽ മല പോലെ ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ പൊളിഞ്ഞു മാറട്ടെ. आपके सामने जो खड़ा हुआ पहाड़ के समान जो समस्या है, आपके सामने धूल होकर गिरने पाए. ഒടുവിൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് മുമ്പായി ചെല്ലും. परमेश्वर कह रहे हैं कि मैं तेरे सामने जाऊंगा. ഇതിനിടയ്ക്ക് ഒരു പ്രത്യേക വാക്യമുണ്ട്, एक और वचन में बताऊंगा, ഞാൻ നിന്നെ ജാതികളുടെ നിയമമാക്കും. मैं आपको जातीय लोगों के लिए एक वाचा के रूप में ठहराऊंगा. ഈ ഒരുപാട് കാര്യങ്ങൾ ദൈവവചനത്തിലുള്ളത് സാധാരണക്കാരന് മനസ്സിലാവുന്നതുപോലും. वचन में बहुत सारे गहरे बात साधारण आम इंसानों को समझ नहीं पाएंगे. അനുഗ്രഹത്തെക്കുറിച്ചും ശാപത്തെക്കുറിച്ചും ഞാൻ ഇത്രയും പറഞ്ഞു. आशीष और श्राप के बारे में मैंने इतना कहा, ഒത്തിരി ആഴത്തിൽ ഈ വിഷയം ബൈബിളിലുണ്ട്. और गहरे रूप से हम समझ पाएंगे. ഇപ്പോഴും എന്നോട് ചോദിക്കുന്നവരോട് ശാപം പൊട്ടിക്കാൻ എവിടെടാ നിയമം? आज भी कुछ लोग पूछते हैं कि श्राप को तोड़ने के लिए कहाँ पे नियम है. ഇവിടെ നിന്നോട് ഞാൻ എന്നെ വിശദീകരിക്കാനാ. अब आपसे मैं क्या बताऊं. പ്രാർത്ഥിക്കുമ്പോൾ ഉപ്പ് ഉപയോഗിക്കാൻ ഇവിടെ പ്രമാണം. प्रार्थना करता तो नमक उपयोग करने के लिए कहाँ पे लिखा है. ഇങ്ങനെ ഇവരോടൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. इन सबको उत्तर देने की जरूरत नहीं है. അതുകൊണ്ട് കർത്താവ് ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു, परंतु परमेश्वर ने एक बात ഞാൻ कहा, നിന്നെ ജാതികൾക്ക് നിയമമാക്കും. तुझे मैं जातीय लोगों के लिए एक वाचा के रूप में ठहराऊंगा. നീ ആ നിയമം. आप ही नियम है. ഡിഫൻസ് സർവീസിൽ കമ്മീഷൻഡ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫീസേഴ്സ് ഉണ്ട്. डिफेंस सर्विस में कमीशन ऑफिस के नाम से जाने जाने वाले एक ग्रुप है. ഇവിടെ ഒത്തിരി കമ്മീഷണേഴ്സ് ഉണ്ട്. ये बहुत सारे कमिश्नर्स हैं. പക്ഷേ ആ കമ്മീഷണേഴ്സിനേക്കാൾ കൂടുതൽ ഡിഫൻസിന്റെ കമ്മീഷൻ ഓഫീസേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. इस कमिश्नर्स से भी बढ़कर डिफेंस के कमिश्नर्स को थोड़ा और अधिक विशेषता है. അവർക്ക് ഭയങ്കര അധികാരം. उनको बहुत अधिकार है. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കമ്മീഷണർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു നിയമം എടുക്കുന്നതിന് മുമ്പേ ആരോടെങ്കിലും ഒക്കെ ചോദിക്കേണ്ടി വരും. इधर कोई कमिश्नर है तो कमिश्नर नियम अपने हाथ में लागू करने से पहले किसी से पूछना पड़ेगा. ഇവിടെ ശത്രു അവിടെ ഒന്ന് വെടിവെക്കാൻ തുടങ്ങുമ്പോൾ शत्रु जब बंदूक चलाने के लिए तैयार है, പട്ടാളത്തിലെ കമ്മീഷണർക്ക് ആരോടും അഭിപ്രായം ചോദിക്കാൻ നേരമില്ല. इस सैनिक की कमिश्नर को किसी से अभिप्राय पूछने की जरूरत नहीं है. അന്നേരം തിരിച്ച് വെടിവെച്ചേ പറ്റൂ. तुरंत गोली चलाओ. അതുകൊണ്ട് മിലിറ്ററി കമ്മീഷണേഴ്സിന് പണ്ട് ബ്രിട്ടീഷുകാർ കൊടുത്തിരുന്ന ഒരു ലെറ്റർ ഉണ്ട്. मिलिट्री कमिश्नर्स को पुराने जमाने पर ब्रिटिशर्स ने जो दिया हुआ एक लेटर है. ഞാൻ എയർഫോഴ്സിലുണ്ടായിരുന്നു. मैं एयरफोर्स में था. എയർ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഡൽഹിയിൽ അതിന്റെ ഒരു കോപ്പി വെച്ചിരുന്നത് ഞാൻ കണ്ടതാ. एयर हेडक्वार्टर्स दिल्ली में उसका एक कॉपी मैंने देखा. ആ കോപ്പി അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, उस कॉपी में लिखा हुआ ऐसा ही बात है, The crown hereby authorize you to make or break a law wherever it deems necessary. इस मुकुट आपको इस कारण आपको अधिकार ठहराते हैं कि तोड़ने और बनाने के लिए अधिकार ठहराते हैं. ലണ്ടനിൽ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലിരിക്കുന്ന ഭരിക്കുന്ന ചക്രവർത്തി लंदन में बकिंगम पैलेस में रहने वाले उस बादशाह നിന്നെ അധികാരപ്പെടുത്തുകയാണ്. उस सम्राट आपको अधिकार ठहरा रहे हैं. നിലവിലുള്ള നിയമം പൊളിക്കാനും आपके जो नियम है उसको तोड़ने के लिए, ഒരു നിയമം പെട്ടെന്ന് ഉണ്ടാക്കുവാനും नया नियम बनाने के लिए, അത് ആവശ്യം വരുന്നിടത്ത് जब जरूरी रहेगा അത് ചെയ്യുവാൻ ചക്രവർത്തി നിന്നെ അനുവദിക്കുന്നു. आपको बनाने के लिए इस सम्राट आपको अधिकार दे रहे हैं. ഇതിനെയാണ് കമ്മീഷൻ എന്ന് വിളിക്കുന്നത്. उसको कहते हैं कमीशन. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവപൈതലേ, आज इधर बैठे हुए परमेश्वर के भक्त लोग, ഞാൻ നിന്നെ ജാതികൾക്ക് നിയമമാക്കും. परमेश्वर आपको जातीय लोगों के लिए आपको कमीशन कर रहे हैं. പലതും ചെയ്യുവാൻ സ്വർഗം നമ്മെ ശക്തീകരിക്കട്ടെ. अनेक बात करने के लिए परमेश्वर आपको सामर्थ्य बना ठहरा है. യെശയ്യാവിന്റെ പുസ്തകം 45 ഇങ്ങനെ പറഞ്ഞു, ऐसा की किताब 45 अध्याय में ऐसा लिखा है, ഞാൻ നിനക്ക് മുന്നായി പോകും. मैं तेरे आगे आगे चलूंगा. ഞാൻ നിന്നെ പറഞ്ഞു വിട്ടേച്ച് ഞാൻ വീട്ടിൽ പോയിരിക്കത്തില്ല. आपको भेजने के बाद मैं घर नहीं जाऊंगा. നീ യുദ്ധത്തിന് പോകുന്ന ഇടത്ത് ഞാൻ നിനക്ക് മുന്നായി പോകും. तू जहां पे युद्ध करोगे मैं तेरे सामने चलूंगा. ഞാൻ ഇരുമ്പോടാമ്പലിനെ പൊളിച്ച് താമ്ര കതകിനെ ഉടച്ചു കളയും. मैं लोहे के दरवाजा खोलूंगा, तोड़ूंगा. നീ എന്റെ പുറകെ വന്നാ മതി. मैं बस तू मेरे पीछे आने से ഈ काफी है. രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മുമ്പിൽ യാത്ര ചെയ്യട്ടെ. आज रात परमेश्वर हमारे सामने आगे आगे चलने पाए. ഇരുമ്പോടാമ്പലുകളെ പൊളിക്കുന്നവൻ, इस सारे दरवाजा खोल तोड़ने वाला, താമ്ര കതകുകളെ ഉടയ്ക്കുന്നവൻ लोहे के बेड़ों को तोड़ने वाला ഈ രാത്രിയിൽ എന്റെയും നിങ്ങളുടെയും മുൻപിൽ പോകട്ടെ. आज रात आपके मेरे आगे आगे चलने पाए. ശാപങ്ങളെ പൊട്ടിക്കുവാൻ शाम को तोड़ने के लिए കർത്താവിന്റെ ബലമുള്ള കൈ കൂടിയിരിക്കട്ടെ. परमेश्वर की सामर्थ्य हाथ हमारे पे होने पाए. വേദപുസ്തകത്തിൽ കാണുന്ന വലിയ അത്ഭുതങ്ങളിൽ ഒരെണ്ണം കൂടെ ഞാൻ തൊടാൻ പോകുകയാ. परमेश्वर के वचन में लिखा हुआ अद्भुत मैं बताऊंगा. ഒരിക്കല് എലീശ പ്രവാചകന്റെ അടുക്കൽ തന്റെ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, एलीशा भविष्यवक्ता के पास चले आके कहे, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം വളരെ ഇടുങ്ങിയതാണ്, हम जहाँ पे रहते हैं बहुत जगह बहुत कम है, അതുകൊണ്ട് ഇച്ചിരി വലിയൊരു സ്ഥലം നമുക്ക് പണിയണം. इसलिए उससे थोड़ा बड़ा बनाना. ഞങ്ങൾ യോർദാന്റെ അടുക്കൽ വരെ പോയി കുറെ മരങ്ങൾ വെട്ടിക്കൊണ്ട് വന്ന് പണിയട്ടെ. जब अब यॉर्दन के पास जाकर के एक लकड़ियों को काट के हम ले आएंगे. അവർ പറഞ്ഞു പോയി പണിയാൻ പറഞ്ഞു, പോയി വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. उन्होंने कहा कि जाकर काट के ले आना. ശിഷ്യന്മാര് പറഞ്ഞതുകൊണ്ട് എലീശ കൂടെ പോയി. चेले लोग को कहने के कारण एलीशा भी साथ में गए.
ഒരുത്തൻ മഴുവെടുത്ത് മരം വെട്ടുമ്പോൾ एक कुल्हाड़ी लेकर काटते वक्त മഴു ഊരി തെറിച്ച് അതിന്റെ ഇരുമ്പ് വെള്ളത്തിൽ പോയി വീണു. उसकी कुल्हाड़ी जो है लोहा वो निकल कर आप पानी में गिरा. ഒരു മഴുവിന്റെ ഇരുമ്പ് വെള്ളത്തിൽ വീണാൽ സെക്കൻഡിനകം മില്ലി സെക്കൻഡ്സിനകം താഴോട്ട് താഴും. पानी के अंदर लोहा अगर गिरेगा तो तुरंत वो मिली सेकंड के अंदर डूबेगा. ഇയാൾ ഒരു കരച്ചിൽ കരഞ്ഞ് യജമാനനെ പോയി उन्होंने रोया, स्वामी वो चला गया, എനിക്കത് തിരിച്ചെടുത്ത് തരണം. अब वो बाहर निकालना है. ആ പ്രവാചകൻ ചോദിച്ചു, മോനെ വീണത് എവിടെയാടാ? अब इस भविष्यवक्ता ने उनसे पूछा कि कहाँ पे गिरा. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇവിടെ വീണത്. उन्होंने कहा कि इधर गिरा है. പ്രവാചകൻ ഒരു കമ്പ് വെട്ടി അങ്ങോട്ട് എറിഞ്ഞു. इस भविष्यवक्ता ने एक लकड़ी काट कर उसको पानी में डाला, ഇരുമ്പ് പൊങ്ങി വന്നു. उस लोहा ऊपर आया. അങ്ങനെയാ നമ്മുടെയൊക്കെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. हम सबके किताबों में ऐसे लिखा है. എനിക്കൊരിക്കൽ ഇംഗ്ലീഷിൽ നിന്ന് ഇതൊന്ന് കണ്ടു, ഞാൻ സാധാരണ ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കാറില്ല, എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ ഇതൊന്ന് കണ്ടുപിടിക്കണമായിരുന്നു. मैं इंग्लिश में जब मैं साधारण तौर से पढ़ता नहीं, परंतु मैं एक दिन पढ़ रहा था. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ബൈബിൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിനകത്ത് ഞാൻ തപ്പി ദി അയൺ ഫ്ലോട്ട് എവിടെയാണ് എഴുതിയിരിക്കുന്നത് ഒന്ന് കണ്ടുപിടിക്കാൻ. आयरन फ्लोट करके मैं कहाँ पे तैर रहा था वो देखने के लिए मैं देख रहा था. അപ്പോഴാണ് കമ്പ്യൂട്ടർ ബൈബിൾ എന്നോട് പറയുന്നത് അങ്ങനെ ഒരു വാക്യം ബൈബിളിൽ ഇല്ല. कंप्यूटर बोल रहा था कि ऐसा एक शब्द नहीं है. അയൺ ഫ്ലോട്ട് എന്നൊരു പദം ബൈബിളിൽ ഇല്ല. आयरन फ्लोट करके बाइबल में शब्द नहीं है. ഉണ്ടെന്ന് എനിക്കറിയാം. मैं जानता हूँ कि है. ഇത് ബൈബിൾ കള്ളം പറഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യും? बाइबल झूठ बोल रहा था, मैं क्या करूँ? ഞാൻ വായിച്ചത് കണ്ടുപിടിച്ചു. मैं पढ़कर मैं उसको ढूंढ निकाला. എന്നിട്ട് ഞാൻ കിങ് ജെയിംസ് വേർഷൻ ഇംഗ്ലീഷ് ബൈബിളിനകത്ത് തപ്പി നോക്കി. किंग जेम्स वर्जन में इंग्लिश बाइबल में उसको मैं ढूंढ निकाला. ഇല്ലെന്ന് ഇവൻ പറയാൻ काര്യം എന്നാന്ന്? ये क्यों ऐसे नहीं है बोल रहा था? എഴുതിയപ്പോൾ വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, जब पढ़ा उधर लिखा हुआ है, പ്രവാചകൻ എറിഞ്ഞ ഉടനെ इस भविष्यवक्ता लकड़ी काट कर उसे डाला तो ഇരുമ്പ് നീന്താൻ തുടങ്ങിയെന്ന. लोहा पानी पर तैरने लगा. The iron started swimming. लोहा पानी पर तैरने लगा. പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, पवित्र आत्मा मुझसे कहा ചില സന്ദർഭങ്ങളിൽ പൊങ്ങും. कुछ समय पर वो उठेगा. പൊങ്ങിയാൽ അവിടെ നിൽക്കത്തില്ല. वो जब उठेगा तो वो रुकेगा नहीं, നീന്തുകയും കൂടെ ആയിരിക്കും. वो तैरता भी रहेगा. വേണ്ടിയവൻ ഉടൻ പിടിച്ചോണം. जिसको चाहिए वो तुरंत पकड़ लेना. അന്നേരം പിടിക്കുന്നവന് കിട്ടും, അല്ലാത്തവന് കിട്ടത്തുമില്ല. जब वो तुरंत जो पकड़ता है उसी को मिलेगा, अगर नहीं पकड़ोगे तो नहीं मिलेगा. ഈ രാത്രിയിൽ ചില മുങ്ങിപ്പോയ ഇരുമ്പുകൾ പൊങ്ങട്ടെ. आज रात जो डूब गया था वो ऐसे लोहा ऊपर तैरने पाए. ഉത്സാഹത്തോടെ നിൽക്കുന്നവർ പിടിച്ചെടുക്കത്തക്കവണ്ണം जो जल्दबाज में पकड़ेंगे वो लोग पकड़ नहीं पाए. ഇന്ന് രാത്രിയിൽ ചിലതൂടെ പൊങ്ങി വരുവാൻ കർത്താവ് കൃപ തരട്ടെ. आज रात में कुछ चीजें उतरने पाए. ദൈവത്തിന് യുദ്ധം ചെയ്യണമെങ്കിൽ അതിന് ഉപകരണം വേണം. परमेश्वर युद्ध करने के लिए कुछ अधिक हथियार जरूरी है. നിങ്ങൾ ഞാനുമാണ് ദൈവത്തിന്റെ ഉപകരണം. आप और मैं परमेश्वर के हथियार है. ദൈവത്തിന് ഇവിടെ ഒരു പ്രതിനിധിയെ വേണം. परमेश्वर को इधर एक राजदूत जरूरी ഈ है. രാത്രിയിൽ ദൈവത്തിന്റെ പ്രതിനിധികളാണ് നിങ്ങൾ. आज परमेश्वर के राजदूत हैं आप सब लोग. ഈ രാത്രിയിൽ ഞാൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. आज रात हम परमेश्वर के राजदूत हैं. മോശ ദൈവത്തിന്റെ പ്രതിനിധിയായി നിന്നതുപോലെ मूसा परमेश्वर के राजदूत बनकर ठहरने के ഞാൻ बाद യേശുവിന്റെ പ്രതിനിധിയായി നിൽക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. मैं भी परमेश्वर के नेतृत्व में खड़ा होने के लिए परमेश्वर ने मुझे उपयोग किए हैं. ദൈവിക പ്രതിനിധികളായി കർത്താവ് നമ്മെ നിർത്തി. परमेश्वर के प्रतिनिधि बनकर हम ठहरेंगे. വേറൊരിക്കൽ ദൈവത്തിന് യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ दूसरे समय पर परमेश्वर के लिए युद्ध करने के लिए जब जरूरी था, ദൈവം അന്ന് ഗിദെയോനെ ഉപയോഗിച്ചു. गिदोन को प्रभु ने उपयोग किए. ഗിദെയോനോട് പറഞ്ഞു, ഗിദെയോനെ നീ മാത്രം പോരാ, गिदोन से प्रभु ने कहा कि गिदोन तू केवल काफी നിന്റെ नहीं കൂടെ है, ഒരു 300 പേരുടെ വേണം. तेरे साथ और 300 लोग भी आने दे. യുദ്ധം ചെയ്യുന്നത് ദൈവമാ. युद्ध करने वाला परमेश्वर है, ദൈവത്തിന്റെ ദൂതന്മാരാ. परमेश्वर दूत है, പക്ഷെ ദൈവത്തിന് പ്രതിനിധികൾ വേണം. परंतु परमेश्वर के लिए एक राजदूत जरूरी है. ഈ രാത്രിയിൽ ഒരു 300 പേരെ പ്രതിനിധികളായി നിർത്തിയ ദൈവം परमेश्वर आज रात 300 लोगों को खड़ा किया. वैसे लोग എന്നെയും നിങ്ങളെയും പ്രതിനിധികളായി നിർത്തട്ടെ. ऐसे ही परमेश्वर आपको और मुझे परमेश्वर की ओर से खड़ा करने पाए. യുദ്ധം യഹോവയ്ക്കുള്ളത്. युद्ध परमेश्वर का है. ദേശത്തെ ശക്തികൾ കീഴടങ്ങുവാൻ देश की शक्तियां नीचे गिरने पाए. നിങ്ങൾ ഞാനും നടക്കുന്ന വഴിയിലുള്ള ശക്തികൾ നിങ്ങളെ കണ്ട് ഭയം ഓടുവാൻ आपके सामने जो शक्तियां आपको देखकर डर के भागने पाए. സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. परमेश्वर की शक्ति हमें सामर्थ्य देने पाए. ഈ ദേശത്തെല്ലാം വാഴുന്ന പല ശക്തികളുണ്ട്. इस देश में अधिकार ठहराने वाली अनेक शक्तियां हैं. നിങ്ങളുടെ മണമടിക്കുന്നിടത്തുനിന്ന് ആ ശക്തികൾ മാറും. आपकी गंध जब फैलेगा तो शक्तियां भाग निकलेगा. യേശുവിന്റെ നാമത്തിൽ ജനത്തിന്റെ മേൽ ഒരു ദൈവിക അധികാരം വ്യാപരിക്കട്ടെ. यीशु मसीह के नाम से इन लोगों के ऊपर परमेश्वर के अधिकार बहने पाए. യെരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം പറഞ്ഞു, यिर्मयाह की किताब पहली अध्याय में लिखा है, യെരമ്യാവെ പൊളിപ്പാനും പണിവാനും ഞാൻ നിന്നെ അധികാരപ്പെടുത്തുകയാണ്. यिर्मयाह तोड़ने के लिए, नष्ट करने के लिए और गिराने के लिए मैंने अधिकार दिया हूं. എന്റെ വചനത്തെ നിന്റെ നാവിന്മേലാക്കാൻ പോകുകയാ. तेरे अधरों से तेरे मेरे वचनों को मैं डालूंगा. നീ പറഞ്ഞാൽ ഇടിയേണ്ടത് ഇടിയും. तो अगर तू कहोगे तो वो जो टूटना है वो टूटेगा. നീ പറഞ്ഞാൽ പണിയേണ്ടത് പണിയപ്പെടും. अगर तू बताओगे तो बनाने वाले सारे बना पाएंगे. ഇന്ന് രാത്രിയിൽ സഭ ഒരുമിച്ച് പറയുകയാണ്, പൈശാചിക വ്യാപാരങ്ങൾ ദേശത്ത് നിന്ന് ഇടിയട്ടെ. आज रात कलीसिया मिलकर हम कहने पाए कि इस देश से शैतानी शक्तियां वो इस देश से नाश होने पाए. ദൈവ പ്രവർത്തികൾ പണിയപ്പെടട്ടെ. परमेश्वर के काम वो बनने पाए. അതേ കർത്താവേ, കാൽവരിയുടെ രക്തം ഈ ഉത്തരവിന്റെ മേൽ മുദ്രയാകണമേ. इस कालवरी क्रूस के लहू आज इस लोगों के ऊपर
छाप लगने पाए। ദൈവത്തിന് ഇന്ന് പകൽ പ്രവർത്തിക്കാനുണ്ട്, ഈ രാത്രിയിൽ പ്രവർത്തിക്കാൻ. आज रात भी परमेश्वर को काम करने के लिए है। ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് മാറുകയാ, കാര്യം നമ്മുടെ സമയവും പോകുന്നുണ്ട്. इधर से मैं थोड़ा सा हटूंगा क्योंकि समय आगे बढ़ रहा है। മുഴുവനും സാധിക്കുന്നത് യേശുവിന്റെ ക്രൂശ്. ये सब कुछ यीशु मसीह क्रूस के द्वारा ही होता है। സ്വർഗീയ കൈമാറ്റത്തിന്റെ ഇടം യേശുവിന്റെ കാൽവരിയാ. इस स्वर्गीय हस्तांतरण की जगह इस क्रूस के ही जगह है। എന്റെ രോഗം കാൽവരിയിൽ കൊണ്ട് കൊടുക്കുക. हमारी बीमारियां इस क्रूस में हम देंगे। കാൽവരിയിൽ നിന്ന് അനുഗ്രഹം ഞാൻ ഏറ്റുവാങ്ങുക. इस कलवारी क्रूस से हम अधिकार को ले लेंगे। രോഗ സൗഖ്യം ഏറ്റുവാങ്ങുകയാ. हम परमेश्वर की चंगाई को प्राप्त करेंगे। എന്റെ കടഭാരങ്ങൾ മുഴുവനും കാൽവരിയിൽ കൊണ്ട് കൊടുക്കുക. हमारी कर्ज इस क्रूस में हम दे देंगे। ദൈവത്തിന്റെ അനുഗ്രഹവും നന്മയും ഏറ്റുവാങ്ങുക. परमेश्वर की आशीष और अनुग्रह हम वापस ले लेंगे। എന്റെ ദാരിദ്ര്യം ദൈവത്തിന് കൊണ്ട് കൊടുക്കുക. हमारी गरीबी उनके हाथों में देंगे। ദൈവത്തിന്റെ സമ്പത്ത് ഞാൻ കാൽവരിയിൽ നിന്ന് ഏറ്റെടുക്കുക. उनकी संपन्नता हम वापस प्राप्त करेंगे। ദൈവിക കൈമാറ്റത്തിന്റെ ഏക ഇടം യേശുവിന്റെ കാൽവരിയാ. हस्तांतरण की एक जगह कलवारी क्रूस है। രാത്രിയിലെ ക്രൂശിന്റെ സാധ്യതകൾ ഞാൻ വേഗത്തിൽ ചിന്തിക്കാൻ പോകും. आज रात इस क्रूस की संभावना हम समझेंगे। ഇതിനിടയ്ക്ക് ഞാൻ ഒരു കൊച്ചു കഥയും കൂടെ പറയാം. मैं एक कहानी आपकी मध्य में बताऊंगा। ഞാൻ ന്യൂഡൽഹി വെച്ച് ഒരു സഹോദരനെ പരിചയപ്പെട്ടു. न्यू दिल्ली में मैं एक भाई से मिला। അദ്ദേഹം രാജസ്ഥാൻ സ്റ്റേറ്റിലെ ബാഡ്മീർ ഡിസ്ട്രിക്റ്റിന്റെ ആളായിരുന്നു. राजस्थान राज्य की बाड़मेर डिस्ट्रिक्ट की एक व्यक्ति था। ഞാൻ ഈ പറയുന്ന കാര്യം ഒരു 50 വർഷത്തിന് പുറകിലത്തെ കാര്യമാണ്. मैं जो बताने जा रहा हूँ वो 50 साल लगभग 50 साल पहले वाला, 65 വർഷം പുറകിലത്തെ കാര്യം. लगभग 65 साल पहले वाला बात है। അന്ന് ബാഡ്മീർ ഡിസ്ട്രിക്ട് തീരെ മോശമായ ഒരു ഡിസ്ട്രിക്ട്, അതായത് വിദ്യാഭ്യാസത്തിലൊക്കെ തീരെ മോശം. उस जमाने पर बाड़मेर डिस्ट्रिक्ट जो है शैक्षणिक में बहुत कमजोर थे। അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ നിന്ന് BA വരെ പഠിച്ചത് ഒറ്റ കൊച്ചനെ ഉള്ളൂ. ആ ഒരു ഗ്രാമത്തിൽ നിന്ന് पूरे गांव से एक ही एक व्यक्ति BA तक पढ़ा था, वो एक भाई है। അവിടെ ബാഡ്മീറിലെങ്ങും ഒരു കൊള്ളാവുന്ന കോളേജ് ഇല്ലായിരുന്നു. ഇവന്റെ അപ്പന് കാശുണ്ടായിരുന്നതുകൊണ്ട് ഇവനെ ഡൽഹി വിട്ട പഠിപ്പിച്ചു. बाड़मेर डिस्ट्रिक्ट में एक अच्छा जगह एक कॉलेज नहीं था, इसलिए इसके पापा पैसा वाले होने के कारण इनको दिल्ली भेज कर पढ़ाए। ഇവൻ ഒരിക്കല് അവധിയിൽ ബാഡ്മീരിൽ പോയി. एक जमाने पर वो छुट्टियों के समय पर वो बाड़मेर वापस गए। അപ്പൊ അവരുടെ വീട്ടിലെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കളക്ടറെ പോയി കാണണമായിരുന്നു. उस घर की कुछ आवश्यकता के कारण कलेक्टर से मिलना था। ഇദ്ദേഹത്തിന്റെ അപ്പൻ കളക്ടറെ അറിയുന്നയാളാണ്. इनके पापा जो कलेक्टर को जानते थे। മോനെ അങ്ങോട്ട് വിട്ടേക്കാൻ ഞാൻ ചെയ്തേക്കാമെന്ന് കളക്ടർ പറഞ്ഞു. बेटा को मैं भेजूंगा, तब तक वो कलेक्टर आप कर लेना। അങ്ങനെ അടുത്ത ദിവസം ഈ ചെറുക്കന് കളക്ടർ ഓഫീസിൽ പോകുന്നുണ്ടെന്നുള്ളത് ഗ്രാമത്തിലൊക്കെ അറിഞ്ഞു. अगले दिन कलेक्टर ऑफिस जा रहे हैं, इस लड़का जा रहे हैं, पूरे गांव वाले समझ। അപ്പൊ ഗ്രാമത്തിൽ നിന്ന് ഒരുത്തം വന്ന് പറഞ്ഞു, കുഞ്ഞെ നീ കളക്ടർ ഓഫീസിൽ പോകുമ്പോൾ എനിക്കൊരു ഇച്ചിരി പണി കൊണ്ട് സാധിച്ചു തരണം. भाई बेटा जब आप कलेक्टर ऑफिस जा रहे हैं तो मुझे भी एक काम है, ऐसे गांव वाले आके कहने लगे। അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ക്ഷാമം വറവ് കാരണം, മഴയില്ല, ആ കാരണത്താൽ ഒത്തിരി കന്നുകാലികൾ ചത്തുപോയി. अकाल के कारण बहुत सारे गाय बैल मर गए। അങ്ങനെ ചത്തുപോയ കന്നുകാലികൾക്ക് ഒരു കോമ്പൻസേഷൻ, കുറച്ച് പണം ഗവൺമെന്റ് ഇന്ന് കൊടുക്കും. उसके लिए वो मरे हुए गाय बैल के कारण सरकार उनको कुछ देते हैं। ഞാനൊരു 4 പശുക്കളുടെ കോമ്പൻസേഷൻ ചോദിച്ചിട്ട് 5 കൊല്ലം കഴിഞ്ഞ് ഇതുവരെയും കിട്ടിയിട്ടില്ല. मैं गांव मेरी गाय के लिए कॉम्पनसेशन मांगा था, परंतु आज तक नहीं मिला है। അപ്പൊ മോനെ എന്റെ ആപ്ലിക്കേഷന്റെ കാര്യം എന്തായി എന്നൊന്ന് ചോദിച്ചു പറഞ്ഞു. बेटा मेरे एप्लीकेशन के बारे में क्या हुआ है, थोड़ा जान पूछ लेना। വേറൊരുത്തൻ പറഞ്ഞു, അതേ സമയത്ത് തന്നെ എന്റെ വാഴയെല്ലാം ഉണങ്ങിപ്പോയായിരുന്നു. कुछ लोग कहे कि मेरे कुछ और केले की पौधा नष्ट हो गया। അതിന് ഗവൺമെന്റ് കോമ്പൻസേഷൻ തരേണ്ടതാണ്. ഞാനും ആപ്ലിക്കേഷൻ കൊടുത്തു, ഒന്ന് ചോദിച്ചേക്കണം. आज तक वो मुआवजा मुझे नहीं मिला है, मैंने भी एप्लीकेशन डाला हूं परंतु मुझे नहीं मिला है। പിന്നെ ഒരുത്തൻ പറഞ്ഞു, എന്റെ വീട് ഇടിഞ്ഞു വീണു, അതിന് ഗവൺമെന്റ് കെട്ടിത്തരാമെന്ന് പറഞ്ഞു, അതിന്റെ കാശ് കിട്ടാനുണ്ട്, ഒന്ന് ചോദിച്ചേക്കണം. एक और व्यक्ति ने कहा कि मेरा घर गिर गया था तो मैंने भी उस मुआवजा के लिए कुछ मांगा था, अब तक नहीं मिला है। ഒരുത്തൻ പറഞ്ഞു, എനിക്കൊരു വീട് പണിയണം, അതിന് കുറച്ച് സിമെന്റ് വേണം, അക്കാലത്ത് ഗവൺമെന്റ് അലോട്ട് ചെയ്തെങ്കിലും സിമെന്റ് കിട്ടത്തുള്ളൂ, അതുകൊണ്ട് സിമെന്റിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അതും ഒന്ന് നോക്കിയേക്കണം. उस जमाने पर घर बनाना है तो सीमेंट मिलना है, वो सरकार की तरफ से ही मिलेगा, सरकार उसको अनुमति देना है। और मेरा सीमेंट अभी तक नहीं मिला, उसका एप्लीकेशन डाला वो भी नहीं मिला। ഇങ്ങനെ രാവിലെ ഇവൻ കളക്ടർ ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് ഒരു 5-6 കാര്യങ്ങൾ ഇവന്റെ കയ്യിലുണ്ട്. ऐसे सुबह के समय सवेरे जब कलेक्टर ऑफिस जा रहे थे अपने काम के लिए जा रहे हैं, परंतु उसके हाथों में 5-6 और एप्लीकेशन भी है। ഇവൻ ഓർത്ത് ഇതെല്ലാം കൂടെ കളക്ടറുടെ മുന്നേ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യം നടക്കത്തില്ല. मैंने उसने कहा कि मेरा जो काम करने के लिए जा रहा हूं, परंतु ये सब ले जाऊंगा तो मेरा काम नहीं रहेगा, അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അങ്ങ് അന്വേഷിക്കാം. इसलिए ये सब बातें मैं खुद करूंगा। അതിനിപ്പോ കളക്ടറുടെ ആവശ്യമില്ല. इसलिए उसके कलेक्टर की जरूरत नहीं है। ഇവൻ നേരെ ചെന്ന് ഒരു ഓഫീസിൽ കയറി ചോദിച്ചു, ഈ സിമെന്റിന്റെ ആപ്ലിക്കേഷൻ എടുക്കുന്ന ആരാന്ന് ചോദിച്ചു. उन्होंने सीधा जाकर के सीमेंट के एप्लीकेशन देने वाले व्यक्ति को ढूंढ निकाल के वो गया। അയാൾ പറഞ്ഞതാണ്, അങ്ങ് കാണുന്ന ആ ഓഫീസിനകത്താണ് അതിന്റെ, അവിടെ ചെല്ലാൻ പറഞ്ഞു. उन्होंने बताया कि वो जो बैठा हुआ कोने में बैठा उस व्यक्ति है, उस व्यक्ति के पास जाना है। അവിടെ ചെന്നപ്പോ ഒരു കസേര എവിടെ ഇരിപ്പുണ്ട്. അവർ പറഞ്ഞു, അവൻ ഇവിടെ ഉണ്ടായിരുന്നു, അവൻ ഇപ്പൊ അവിടെ ക്യാൻറ്റീനിലോട്ട് പോയി എന്ന് പറഞ്ഞു. उन्होंने जब उधर पहुंचा तो जब देख रहे हैं कि काली कुर्सी है और लोग बोलने लगे कि ये बंदा अब जो है कैंटीन गया चाय पीने के लिए। ക്യാൻറ്റീനിൽ ചെന്നപ്പോ പറഞ്ഞു, അവൻ ഇവിടെ ഉണ്ടായിരുന്നു, എങ്ങോട്ടോ പോയി കണ്ടില്ല. कैंटीन में जब गया तो वो उधर था परंतु कहाँ गया पता नहीं। അപ്പൊ ഓർത്തു, അങ്ങനെയാണെങ്കിൽ ഇനി വാഴയുടെ കോമ്പൻസേഷൻ ചോദിക്കാം. तो अब अगर ऐसे तो वो केले की पौधे की मुआवजा के लिए जाऊंगा। വേറൊരിടത്ത് കയറി വാഴയുടെ കോമ്പൻസേഷൻ ചോദിച്ചു. പറയണം, അവനാ മുമ്പേ കളക്ടറുടെ നിന്നെ ക്യാൻറ്റീനിലോട്ട് വിട്ടത്.
जब उस व्यक्ति के पास जब पहुंचा तो बुध भी नहीं था, लोग बोलने लगे कि अरे भाई वही व्यक्ति था जो आपको वो कैंटीन में भेजा था। 11 മണി വരെ തപ്പിയിട്ട് ഒറ്റ ക്ലർക്കിനെ കിട്ടിയിട്ടില്ല. 11 बजे तक एक क्लर्क उसको नहीं मिला. അയാൾ പറഞ്ഞു ഇനി എന്നെ കൊണ്ട് ഈ പണി നടക്കുകയില്ല, ഞാൻ BA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇനി കളക്ടറെ കണ്ട് എൻ്റെ കാര്യം പറയാൻ പോവാ. अब 11 बजे तक जब घूमता रहा फिरता रहा, एक इंसान नहीं मिला, तो अब देर हो गया, मैं अपना काम करके मैं वापस चला जाऊंगा. അവൻ കളക്ടറുടെ ഓഫീസിൽ ചെന്നു, അവന്റെ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയാ പോയത്, ലോണിന്റെ കാര്യം പറഞ്ഞു. वो कलेक्टर ऑफिस में गया, एजुकेशन लोन के लिए अपना काम बोलकर वापस आ गया. നിന്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. तेरे पापा ने मुझसे कहा था मैं वो कर दूंगा, कोई बात नहीं. ഒരു 15 മിനിറ്റിനകം ഞാനിത് ചെയ്ത് അതിന്റെ ഓർഡർ കൈ തരാം. 15 मिनट के अंदर वो काम करके मैं वो ऑर्डर दे दूंगा. വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടോ? और कुछ है क्या? അപ്പൊ അവൻ പറഞ്ഞു സാറേ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ സാറിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നങ്ങനെ ഞാൻ പറഞ്ഞില്ല. सर बहुत और काम है, परंतु बहुत सारा बोल के आपको तंग ना दे इसलिए मैं बोला नहीं. എന്തൊക്കെയാടാ? क्या क्या है? ഒരുത്തന്റെ പശു ചത്തു, മറ്റവന്റെ കന്ന് വാഴ പോയി, ഇനി ഒരുത്തന്റെ സിമെന്റ് കിട്ടിയില്ല, അവനെ കോമ്പൻസേഷൻ കിട്ടണം, ഇത് 4-5 എണ്ണം അങ്ങോട്ട് കൊടുത്തു. एक 4-5 जो एप्लीकेशन था, जो एक गाय मरा, एक घर बनना है, सीमेंट मिलना है, ऐसे बहुत सारी चीजों का एप्लीकेशन वो दे दिया. ആ ചെറുക്കൻ എന്നോട് പറഞ്ഞത്, वो भाई मुझसे कहा കളക്ടറുടെ മേശപ്പുറത്തിരുന്ന ബെല്ലിൽ അങ്ങനെ ഡിങ് ഡിങ് ഒന്ന് അടിച്ചു. इस कलेक्टर की मेज में रखा हुआ एक बेल के ऊपर वो डिंग डिंग करके मारा. പ്യൂണ് കയറി വന്നു. प्यून अंदर आया. ആ ക്ലർക്കിനെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. वो क्लर्क को बुला लो. അയാളുടെ കയ്യിലോട്ട് ഇത്രയും പേപ്പർ എടുത്തു കൊടുത്തു. वो क्लर्क के हाथ में ये सारा पेपर उनके हाथ में दे दिया. പറഞ്ഞു ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളിൽ നോക്കുന്ന ക്ലർക്കന്മാരും ഫയലും കൂടെ എളുപ്പം ഇവിടെ വരാൻ പറയാൻ പറഞ്ഞു. इतना डिपार्टमेंट में काम करने वाले सारे अधिकारी लोग जल्दी से इसका सब लोग लेकर वो फाइल लेके आना है. 10 മിനിറ്റിനകം സകല ഫയലും വന്നു, എല്ലാ ക്ലർക്കും വന്നു. 10 मिनट के अंदर सारा फाइल आया, सारा क्लर्क भी आ गए. ഓരോന്ന് ഡിസ്പോസ് ചെയ്തു, എല്ലാത്തിനും പോസിറ്റീവ് മറുപടി കൊടുത്തു. सब चीजों के ऊपर उसका हस्ताक्षर गिरा और सबका पॉजिटिव उत्तर मिल गया. ഇനിയും വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു, ഒന്നുമില്ല എന്ന് പറഞ്ഞു. और कुछ है क्या? उसने कहा कि मुझे और कुछ नहीं है, सब कुछ हो गया. എന്നാ ഒരു ചായയും കൂടെ കുടിച്ചേച്ച് പോകാമെന്ന് പറഞ്ഞു. ഒരു ചായയും കൂടെ കൊടുത്തു. अगर ऐसे है तो बैठ जाओ, तो चाय पी के चले जाओ. चाय भी दिलाए. ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് അവനോട് തന്നെ ചോദിച്ചു. वापस आते वक्त वो अपने आप को वो पूछ रहा था, കളക്ടറെ പരിചയമുള്ള ഞാൻ ഈ ക്ലർക്കിന്റെ പുറകെ ഓടിയതിന് എന്നെ അല്ലേ കുറ്റം പറയണ്ടേ? इस कलेक्टर को परिचय रखने वाला मुझे क्लर्क के पीछे घूम रहा था, दौड़ रहा था, मैं मेरे बारे में क्या बताऊं? ഒരു ക്ലർക്കിന് ഒറ്റ കാര്യത്തിനേ അധികാരമുള്ളൂ. क्लर्क को एक काम के लिए ही अधिकार है. അവൻ അധികാരിയേ അല്ല, वो अधिकारी नहीं है, ഒരു കാര്യം നോക്കുന്നെന്ന് മാത്രം. बस एक काम वो देखता है. അധികാരി കളക്ടറാ. अधिकारी कलेक्टर है, അദ്ദേഹത്തെ പരിചയമുണ്ട് എനിക്ക്. उसको वो परिचित है. എന്നിട്ട് ഈ ഫയൽ നോക്കുന്ന ക്ലർക്കിന്റെ പുറകെ നടന്ന് എന്നെ പോലൊരു മണ്ടൻ ആരുണ്ട്? इस फाइल देखने वाले क्लर्क के पीछे इस घूमने वाला मूर्ख कौन है? ആ മനുഷ്യനോട് പറഞ്ഞ വാചകം. उस व्यक्ति ने मुझसे बताया. ഇങ്ങോട്ട് പോരുന്നപ്പോ എനിക്ക് രണ്ടാമതൊരു ചിന്ത. वापस आते मुझे एक दूसरा एक सोच. ഞാൻ പ്രാർത്ഥിക്കുന്നതും ഇങ്ങനെ. मैं प्रार्थना करने वाला भी ऐसे ही. വിദ്യാഭ്യാസം വേണ്ടപ്പോ ഒരു ദേവതയോട് പ്രാർത്ഥിക്കും. जब ज्ञान की जरूरत है एक देवता से मांगता हूँ. ഫയലിനകത്ത് എലി കയറുമ്പോൾ വേറൊരു പുള്ളിയോട് പ്രാർത്ഥിക്കും. खेत में जब चूहा घुसता है तो चूहा के लिए मैं दूसरा देवता से मांगता हूँ. എനിക്ക് രോഗം വരുമ്പോൾ മൂന്നാമതൊരു വ്യക്തിയോട് പ്രാർത്ഥിക്കും. बीमारी के लिए किसी और देवता से मांगता हूँ. യവന്മാർ അധികാരികളാണോ അതോ വെറും ക്ലർക്കുമാരാണോ? अब बताइए ये सब अधिकारी है या क्लर्क है? ഒരു അധികാരിയാണെങ്കിൽ ഇതെല്ലാം കൂടെ നോക്കാൻ ഒരാളിനെ കൊണ്ട് കഴിയും. अगर ये अधिकारी है ये सब एक समान वो काम कर सकता है. ഇവനൊന്നും അധികാരികളല്ല, ഇവനൊക്കെ ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്ലർക്കാ. ये सब अधिकारी नहीं है, बस फाइल मेंटेन करने वाले क्लर्क लोग हैं. ഈ ഒരു ഒറ്റ ചിന്തയാണ് അദ്ദേഹത്തെ ക്രിസ്തുവിലേക്ക് നടത്തിയത്. ये एक बात ही उस व्यक्ति को मसीह की ओर ले आया. ഈ രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു സർവാധികാരിയാകയാൽ आज जो मैं प्रचार कर रहा हूँ वो मसीह यीशु सर्वाधिकारी परमेश्वर होने के कारण है. സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു. स्वर्ग और भूमि में सारे अधिकार मुझे दिया गया है. ആകയാൽ നിങ്ങൾ പുറപ്പെടുക. इसलिए आप आगे बढ़ो. ഈ അധികാരത്തിന്റെ കൈമാറ്റം നടന്നത് ആ കാൽവറിയിലാ. इस अधिकार की हस्तक्षेप उस क्रूस में हुआ है. യേശുവിന്റെ കാൽവറിയുടെ സാധ്യത. उस क्रूस की संभावना क्या है? യേശു നിശ്ചയമായും വളരെ വളരെ ബുദ്ധിമുട്ടിയ കാൽവറിയിൽ മരിച്ചത്. उस क्रूस में यीशु मसीह बहुत सहा. നിങ്ങൾ പാഷൻ വീക്കിന്റെ യേശുവിന്റെ ക്രൂശീകരണം കാണിച്ചിട്ടുണ്ടോ ഇവിടെ? ഇല്ല. ആവശ്യമാണെങ്കിൽ കാണാം. पैशन ऑफ क्राइस्ट का एक मूवी है, आप लोग देख लेना. ഏതെങ്കിലും സമയമുള്ളപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നതൊന്ന് കാണണം. मलयालम कलीसिया में, इसी कलीसिया में प्रोजेक्ट करके पूरा मूवी हम लोग देखे हैं. डरने की जरूरत नहीं है, आप लोग देख सकते हैं. उसी तरीके से आप भी हिंदी में भी देखेंगे. ഹിന്ദിയിൽ അത് ഉണ്ടെന്ന് തോന്നില്ല. അത് എനിക്ക് ഒരു ഗ്രീക്ക് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഭാഷയൊന്നുമില്ല. ग्रीक में है और सबटाइटल अंग्रेजी में है. നമുക്ക് കണ്ടാ മനസ്സിലാക്കാം. परंतु अगर आप देखने से समझ पाएंगे. നമുക്ക്
നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാണ്. हमारे लिए यीशु मसीह सहा. പക്ഷെ ആ കഷ്ടപ്പാടിന്റെ സാധ്യത എന്തായിരുന്നു? उस सहने की दर्द की पीड़ा की संभावनाएं क्या है? യേശുവിന്റെ ക്രൂശിന്റെ 8 സാധ്യതകൾ ഞാൻ ഇവിടെ തൊടാൻ പോകുന്നു. उस क्रूस की संभावनाएं मैं बताऊंगा. ഒന്ന്, യേശു മരിച്ചു. एक, यीशु मसीह मरे. അതുകൊണ്ട് എന്റെ സാധ്യത എനിക്ക് പാപക്ഷമ കിട്ടി. इसलिए मुझे जो संभावना हुआ वो है अनंत जीवन मिला. എനിക്ക് നിത്യജീവൻ ലഭിച്ചു. मुझे अनंत जीवन मिला. യേശു ശിക്ഷിക്കപ്പെട്ടു. यीशु मसीह दंडित हुआ. അതുകൊണ്ട് എനിക്ക് ക്ഷമ ലഭിച്ചു. इसलिए मुझे क्षमा मिला. കുറ്റം ചെയ്തത് ഞാനാ. पाप तो मैंने किया. ശിക്ഷിക്കപ്പെട്ടത് യേശു. परंतु यीशु मसीह दंड सहा. ക്ഷമ ലഭിച്ചത് എനിക്കാ. माफी मुझे मिला है. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. मेरे जिंदगी में पिछले दिन एक अनुभव हुआ. ഞാൻ ഇവിടുന്ന് യൂറോപ്പിലെ ഏതോ ഒരു രാജ്യത്ത് പോയി. मैं इधर से यूरोप में कोई एक राज्य गया. ഞാനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, സുനിൽ പാസ്റ്റർ ഉണ്ട്, അദ്ദേഹത്തിന്റെ വൈഫുണ്ട്. मैं, मेरी पत्नी सुल्पा से उनकी पत्नी, ഞങ്ങൾ 4 പേരും കൂടെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനാണ് യൂറോപ്പിൽ പോയി. एक मीटिंग अटेंड करने के लिए यूरोप हम लोग गए. അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 500 800 900 ഡോളർ അവിടെ കൊടുക്കണം. मैं जब उधर पहुंचा तो हम देख पा रहे हैं कि लगभग 800-900 डॉलर देना पड़ रहा है. അത് കൊടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് കൊണ്ടാ പോയെ. उधर देने के लिए मैं अपना क्रेडिट कार्ड उपयोग करने के लिए मैं गया था. ക്രെഡിറ്റ് കാർഡ് ഞാൻ അവിടെ കൊടുത്തു. क्रेडिट कार्ड मैंने दे दिया. അപ്പോഴാ ഒരു കാര്യം മനസ്സിലാകുന്നത്. तब मैं समझा ഈ മിഷണറിമാർ ഇന്ത്യയിൽ നിന്ന് വെളിയിൽ പോകുമ്പോഴേ मिशनरीज इंडिया से बाहर जाते वक्त നമ്മുടെ ഗവൺമെന്റ് നോക്കുന്ന എല്ലാ ദോഷവും ചെയ്യും. हमारी सरकार जो मुश्किल खड़ा करना है सारे मुश्किल खड़ा करते हैं. ക്രെഡിറ്റ് കാർഡ് അങ്ങ് ബ്ലോക്ക് ചെയ്തു. क्रेडिट कार्ड ब्लॉक हो गया. ഞാൻ ചെന്ന് കൊടുത്തപ്പോൾ എൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുക്കുകയില്ല. मैं जब देख रहा था तो मेरा क्रेडिट कार्ड काम नहीं कर रहा है. 3-4 നോക്കി, 3-4 बार देखा ക്രെഡിറ്റ് കാർഡ് പോകില്ല. पर क्रेडिट कार्ड काम नहीं कर ഞാൻ रहा. അവരോട് പറഞ്ഞു എനിക്കൊരു 4 മണിക്കൂർ ഗ്യാപ്പ് ഇല്ല, ഞാൻ അമേരിക്കയിൽ നിന്ന് ആരെ കൊണ്ടെങ്കിലും ക്രെഡിറ്റ് കാർഡിൽ പേ ചെയ്യിക്കാം. मुझे 4 घंटा टाइम देना. अमेरिका से मैं किसी के हाथों से मैं क्रेडिट कार्ड से आपको पैसा पे कर दूंगा. ഇല്ലെങ്കിൽ UK തന്നെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ വിളിച്ചു പറയാം, ഇപ്പൊ പൈസ വരും. नहीं तो यूके में ही मुझे फ्रेंड्स है, मैं अगर कॉल करके बताऊंगा तो वो लोग अभी तुरंत भेज देंगे. എനിക്കൊരു 4 മണിക്കൂർ ഗ്യാപ്പ് തരണം. मुझे 4 घंटा टाइम देना. അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, ഒരു 2 ദിവസം എടുത്തോളാം. कोई बात नहीं, 2 दिन भी ले लेना. അന്നേരത്താണ് ഒരു മലയാളി സഹോദരൻ അവിടെ നിൽക്കുന്നത്. उस टाइम पर एक मलयाली भाई उधर खड़े हैं. അയാൾ എന്നോട് ചോദിച്ചു, നീ MA വർഗീസ് അല്ലേ? उन्होंने मुझसे पूछा कि आप एमए वर्गीस है ना? ഞാൻ പറഞ്ഞു അതെ. उन्होंने बताया कि हाँ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. हम दोनों कभी मिले नहीं. അദ്ദേഹം എന്നെ TV കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. उन्होंने मुझे टीवी में देखे हैं. ഞാൻ അദ്ദേഹത്തെ അങ്ങനെയും കണ്ടിട്ടില്ല. मैं उनको ऐसे भी नहीं देखा हूँ. ഇങ്ങോട്ട് വന്നേച്ച് പറഞ്ഞു, MA വർഗീസിന് ഒരു ഗുണം ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടിയത് ഇപ്പോഴാണ്. एमए वर्गीस को एक आशीष करने के लिए मुझे अभी एक मौका मिला है. അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് കാർഡ് എടുത്ത് ചോദിച്ച ആളുടെ കൊടുത്തു. उनका क्रेडिट कार्ड इस भाई के हाथ में दे दिया. ഞാൻ പറഞ്ഞു എടുക്കരുത്, ഞാൻ തന്നോളാം. मैं बोला कि नहीं मैं दे दूंगा. പക്ഷേ ഇതിനോടകം അയാളെ ക്രെഡിറ്റ് കാർഡ് തന്നെ ഇങ്ങനെ മിഷനിലൂടെ തൊടുന്നത് കണ്ടു, എന്റെ കടം വീടി. मैं इस बीच में उस भाई ने मशीन के ऊपर रखा, मेरा कर्ज निभा दिया. എനിക്ക് പകരം വേറൊരാൾ കൊടുത്തു വീട്ടി. मेरी तरफ से किसी ने दे दिया. കടം ഉണ്ടാക്കിയത് ഞങ്ങളാ. मैंने कर्ज बनाया കൊടുത്തു വീട്ടിയത് വേറൊരാൾ. और किसी ने और ने कर्ज चुकाया. ഈ കടം ഉണ്ടാക്കിയത് ഞാനാ. कर्ज मैंने बनाया था, കൊടുത്തു വീട്ടിയത് യേശുവാ. कर्ज चुकाया यीशु मसीह ने. പാപം ചെയ്തത് ഞാനാ. पाप मैंने किया था, ശിക്ഷിക്കപ്പെട്ടത് യേശുവാ. दंड यीशु मसीह ने सहा, എന്നെ സ്വതന്ത്രനാക്കി. मुझे आजाद किए. ഇത് നടന്നത് കാൽവരിയിലാ. ये क्रूस में हुआ है. യേശു അടിയേറ്റു. यीशु मसीह दंड सहा. അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമായി. उनके पीटे जाने से, मैं उनके कोड़े खाने से मुझे चंगाई मिला. യേശുവിനെ ആളുകൾ നിന്ദിച്ചു. यीशु मसीह को निंदा की, എന്നെ ദൈവം മാനിച്ചു. मुझे परमेश्वर ने सम्मान किए. യേശു പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടു. पिता के द्वारा त्यागा गया, എന്നാൽ പിതാവ് നമ്മെ മക്കളാക്കി അംഗീകരിച്ചു. परंतु परमेश्वर ने हमें अपने बेटे के समान अपना लिए. യേശു താഴ്ച അനുഭവിച്ചു. यीशु मसीह अपमानित हुआ, നമുക്ക് ഉയർച്ച ലഭിച്ചു. मुझे ऊंचाई मिला. യേശു ദരിദ്രനായി, यीशु मसीह दरिद्र हुआ, ഞാൻ സമ്പന്നനായി. मैं संपन्न हुआ. യേശു ശാപമായി, यीशु मसीह श्रापित हुआ, ഞാൻ मैं അനുഗ്രഹിക്കപ്പെട്ടു. आशीषित हुआ. ഈ 8 കൂട്ടം കാര്യങ്ങളാണ് കാൽവറിയിൽ നടന്നത്. इस क्रूस के संभावना इस 8 बात है. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാൻ പോവാ. मैं एक और बताऊंगा. യേശു മരിച്ചു, यीशु मसीह मरे, എനിക്ക് നിത്യജീവൻ ലഭിച്ചു. मुझे अनंत जीवन मिला. 2 യേശു ശിക്ഷിക്കപ്പെട്ടു, दूसरा यीशु मसीह दंड सहा, എനിക്ക് ക്ഷമ ലഭിച്ചു. मुझे क्षमा मिला. 3 യേശു അടിയേറ്റു, यीशु मसीह मेरे लिए मार खाए അടിപ്പിണരുകളാൽ എനിക്ക് और സൗഖ്യമായി. उनके कोड़े खाने से मुझे चंगाई मिला. 4 യേശു നിന്ദിതനായി, 4 यीशु मसीह हमारे लिए निंदित हुआ, ഞാൻ മാനിക്കപ്പെട്ടു. मैं सम्मानित हुआ. 5 യേശു പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടു, यीशु मसीह पिता के द्वारा त्यागा गया. നമ്മെ मक्कलाക്കി തീർത്തു. परमेश्वर यीशु मसीह ने बच्चों के रूप में स्वीकार किया. യേശു താഴ്ച അനുഭവിച്ചു, यीशु अपमानित हुआ, എനിക്ക് ഉയർച്ച मुझे ലഭിച്ചു. ऊंचाई मिली. യേശു ദരിദ്രനായി, यीशु मसीह गरीब हुआ, ഞാൻ സമ്പന്നനായി. मैं समृद्धि प्राप्त किया. യേശു ശാപമായി, यीशु मसीह श्रापित हुआ, ഞാൻ मैं അനുഗ്രഹിക്കപ്പെട്ടു. आशीषित हुआ. ഇത് നാം വിശ്വസിക്കുന്നെങ്കിൽ, अगर आप विश्वास करेंगे तो അത് വിശ്വസിക്കുന്നവർ ക്രിസ്തുവിൽ ഒരു പുതു സൃഷ്ടിയാണ്. ये बातें जो विश्वास करते हैं मसीह यीशु में नई सृष्टि है. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പുതു സൃഷ്ടിയായി മാറി. अगर ऐसे हैं तो मैं भी एक नई सृष्टि हूँ. ഞാൻ ആ പഴയ പുള്ളിയല്ല. मैं पुराने इंसान नहीं हूँ.
ഞാൻ ദൈവഗ്രഹത്തിലെ അവകാശിയായി. मैं परमेश्वर के ग्रह के अधिकारी ठहरा. ഞാൻ ദൈവകുടുംബത്തിന്റെ അംശിയായി. मैं परमेश्वर के इस परिवार की अंश बन गया. ഞാൻ വിവാഹിതനാ, നിങ്ങൾക്ക് എല്ലാം അറിയാം. എനിക്കൊരു ഭാര്യയുണ്ട്. मैं शादीशुदा हूँ, मुझे एक पत्नी है. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു, അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. आप जानते हैं कि मैं इंडियन एयरफोर्स में था. ഞാൻ വിവാഹത്തിന് വേണ്ടി ഇവിടുന്ന് പോകുന്ന സമയത്ത്, मैं शादी के लिए जब जा रहा था, അല്ലെങ്കിൽ ഞങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് നിൽക്കുമ്പോൾ, मैं शादी के लिए हम दोनों जब खड़े हुए थे, വിവാഹ രജിസ്റ്ററിൽ ഞങ്ങൾ ഒപ്പിടുന്നതിന് മുന്നമേ ഒരു കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ കൈ പിടിപ്പിച്ച് ഭാര്യാഭർത്താക്കന്മാരാണെന്ന് പറയുന്നതിന് മുമ്പേ, इस शादी की रजिस्टर में अपने हस्ताक्षर डालने से पहले, पासवान जब हाथ पकड़ के प्रार्थना करने से पहले, അഥവാ എന്റെ ഭാര്യയ്ക്ക് ഒരു രോഗമുണ്ടായാൽ, मेरी पत्नी को एक बीमारी होने से, എന്ത് സംഭവിച്ചാലും कुछ होने से भी ഗവൺമെന്റ് ഉത്തരവാദിയല്ല. गवर्नमेंट उसकी जिम्मेदार नहीं है. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും വിവാഹ രജിസ്റ്ററിൽ സൈൻ ചെയ്ത ശേഷം, परंतु जैसे ही हम दोनों उस शादी की रजिस्टर में जैसे साइन किया, 5 മിനിറ്റിനകം 5 मिनट के अंदर, എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ 5 मिनट के अंदर मेरी पत्नी कुछ होने से ഇന്ത്യൻ ഗവൺമെന്റ് ഉത്തരവാദിയാ. इंडियन गवर्नमेंट उसका मुआवजा देंगे, ഞങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാർ. क्योंकि हम दोनों पति पत्नी हैं. ഇതുപോലെയായിരുന്നു ക്രൂശിനോട് അന്യപ്പെട്ടവരായി. ऐसे ही हम जो क्रूस से अलग थे, ഇസ്രായേലിന്റെ പ്രമാണത്തിന് വെളിയിലായി, इस्राएल के नियमों से हम बाहर थे, ഭൂമിയിൽ ദൈവമില്ലാത്തവരായി, भूमि में इस धरती पर परमेश्वर नहीं थे, ശപിക്കപ്പെട്ടവരായി നടന്ന हम നമ്മെ श्रापग्रस्त हम लोग യേശുവിന്റെ കാൽവരിയാൽ यीशु मसीह की क्रूस के द्वारा പിതാവായ ദൈവത്തോട് ഒട്ടിച്ചതിനാൽ पिता परमेश्वर से हम लोग साटा गया. അബ്രഹാമിന്റെ അനുഗ്രഹത്തിന് പങ്കാളിയായി. अब्राहम की आशीषों के अधिकारी हम लोग ठहरे. ഈ രാത്രിയിൽ നമ്മെ അബ്രഹാമിന്റെ അനുഗ്രഹത്തിന് പങ്കാളികളാക്കിയ യേശു आज रात यीशु मसीह की अब्राहम की आशीषों से हमें साटा गया. പിശാചിനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചവനായ शैतान യേശു को निशस्त्र किया हुआ यीशु मसीह അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച, हमारे अनेक पाप अपराधों को प्रभु ने क्षमा किया. ചട്ടങ്ങളാൽ നമുക്ക് പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് കാൽവരിയിൽ മായിച്ചതിനാൽ व्यवस्था के द्वारा हमारे विरोध में जो ठहरा हुआ हर एक लिखित उसको मिटा दिया. യേശു നമ്മെ രക്ഷിച്ചയച്ചു. यीशु मसीह हमें माफ किए. അത് വേദപുസ്തകത്തിന്റെ ഒരു പ്രത്യേക പ്രമാണമാണ്. इस यीशु मसीह की विशेष खासियत है. നമുക്ക് പ്രതികൂലവും വിരോധവുമായ കൈയെഴുത്ത് മായിച്ചു. हमारे विरोध और हमारे विरोध में ठहरा हुआ हर एक लिखित रूप से रखा हुआ हर एक विधियों को प्रभु ने माफ किया. ഇന്ന് കൈയെഴുത്ത് അവിടെ ഇല്ല. आज उसको वो मिटा दिए. आज वो उधर नहीं है. യേശുവിന്റെ രക്തം കൊണ്ടാണ് നടന്നത്. यीशु मसीह के लहू से ही उसको मिटा दिए हैं. ഈ യേശുവിന്റെ കാൽവരിയിൽ നമുക്ക് വിശ്വസിക്കാം. इस यीशु मसीह की क्रूस पे हम विश्वास रखेंगे. ഈ വേദപുസ്തകത്തിന്റെ ഒരു പ്രമാണമാണ് നമ്മൾ വിശ്വസിക്കുന്നത് വാഗൊണ്ട് ഏറ്റുപറയണം. यीशु मसीह की वचन की इस नियम यह है कि हम जो विश्वास करते हैं हम अपने मुंह से इसको कबूल करना है. നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. बाइबल हमें सिखाता है कि हृदय से विश्वास करें, अपने मुंह से अंगीकार करें. നമ്മൾ ഏറ്റുപറയുന്നത് എത്രയും ശബ്ദത്തിലാണ്. हम अंगीकार करते हैं, कैसे इसको अंगीकार करना है? അടുത്തിരിക്കുന്ന ആളിനോട് കേൾക്കാവുന്ന ശബ്ദം. पड़ोस में जो बैठे हुए उस व्यक्ति को भी सुनने लायक आवाज में आप आवाज उठा के बोलना है. ഒത്തിരി അങ്ങ് ശബ്ദം വെക്കണമെന്നില്ല, बहुत ज्यादा आवाज उठाना नहीं, പക്ഷെ അടുത്തിരിക്കുന്നവർക്കൂടെ കേൾക്കണം. पर कम से कम अभी पड़ोस में जो बैठे हैं അതായത് उसको सुनना है. പിശാച് നമ്മുടെ അടുക്ക വന്ന് നിൽപ്പുണ്ട്. उसका मतलब यह है कि शैतान भी आपके पास में खड़ा है, അവനും കേൾക്കണം. उसको भी सुनाई देना है. ദൈവത്തിന്റെ ദൂതന്മാരും നമ്മുടെ അടുക്ക നിൽപ്പുണ്ട്. परमेश्वर दूत भी हमारे पास खड़े हैं, അവരും കേൾക്കണം. वो भी सुनना है. അപ്പൊ നമ്മൾ വിചാരിച്ചേക്കാം മനസ്സുകൊണ്ട് ചിന്തിച്ചാ പോരായോ? हम सोचेंगे कि हमारे मन में हम लोग सोच लेंगे. भाई പോരാ, ബൈബിൾ പ്രമാണത്തിൽ വാഗൊണ്ട് പറഞ്ഞു തീരും. ये काफी नहीं है. बाइबल के वचन के अनुसार उसको मुंह से आवाज उठाकर अंगीकार करना जरूरी है. നമ്മുടെ ദൈവം സൃഷ്ടിച്ചപ്പോഴങ്ങനല്ലായിരുന്നു. हमारे परमेश्वर जब सृष्टि किए तो ऐसे ही हुआ था ना. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ഓർത്താലും വെളിച്ചം വരത്തില്ലായിരുന്നു. इस रोशनी होने पाए परमेश्वर जब सोचेंगे तो रोशनी नहीं होगा क्या? പക്ഷെ ഓർമ്മ കൊണ്ട് കർത്താവ് നിർത്തിയില്ല. ना ना ना, सोचने से नहीं, परमेश्वर ने रोके नहीं है. ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ, परमेश्वर ने कहा रोशनी होने पाए. പക്ഷികൾ ഉണ്ടാകട്ടെ. परमेश्वर ने कहा कि इस पक्षियां होने पाए. പറഞ്ഞപ്പോൾ മാത്രമേ जब സംഭവിച്ചുള്ളൂ. मुंह से कबूल किया, अंगीकार किया, बोले तब भी हुआ है. ദൈവത്തിന്റെ പ്രത്യേകത വാഗൊണ്ട് പറഞ്ഞേ പറ്റൂ. परमेश्वर की खासियत यह है कि अपने मुंह से अंगीकार करने से ही होगा. അത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് പറയണം. हृदय से विश्वास करें और मुंह से अंगीकार करें, എന്നാൽ ദൈവം അത് അംഗീകരിക്കും. तब आप प्रभु आपको स्वीकार करेंगे. യേശുവിന്റെ കാൽവരിയുടെ 8 സാധ്യതകൾ ഞാൻ പറഞ്ഞു. यीशु मसीह की कलवरी क्रूस की 8 संभावनाएं मैं बताऊं. അത് വിശ്വസിക്കുന്നവർ. यदि आप विश्वास कर रहे हैं. 9ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഞാനൊരു പുതു സൃഷ്ടിയായി മാറി. 8वीं बात मैंने कहा कि मैं एक नई सृष्टि हूं. അത് വിശ്വസിക്കുന്നവർ. यदि आप विश्वास करते हैं. 10ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ദൈവ കുടുംബത്തിന്റെ അവകാശിയായി അധികാരിയായി ഞാൻ മാറി. 10वीं बात मैंने कहा कि परमेश्वर के घर के अधिकारी में ठहरा हूं. അത് വിശ്വസിക്കുന്നവർ. यदि आप विश्वास करते हैं. ഈ കാര്യങ്ങളൊന്ന് ഏറ്റുപറയാൻ പോകും. इन बातों को हम मुंह से आवाज उठाकर दोहराने जा रहे हैं. നമ്മുടെ വാഗൊണ്ട് ഏറ്റുപറയാൻ പോവാം. हमारे मुंह से अंगीकार करेंगे. എങ്ങനെയാ അത് പറയേണ്ടത്? कैसे हम बोलेंगे? എഴുന്നേറ്റ് നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ, ഇപ്പോഴല്ല, നമ്മൾ പറയുന്ന സമയത്ത്. जब हम बोलेंगे, अगर आपको खड़े होना है खड़े हो सकते हैं. ചിലർക്ക് കൈ ഉയർത്തിക്കൊണ്ട് പറയുന്ന സന്തോഷം, അങ്ങനെയുള്ളവർ അങ്ങനെ പറയണം. कुछ लोगों को हाथ उठा के बोलना ही तृप्त है, ऐसे करना. ചിലർ കൈ കൂപ്പിക്കൊണ്ട് പറയുന്നതാണ് അവർക്ക് സന്തോഷം, അവർ അങ്ങനെ വേണം. कुछ लोगों को हाथ जोड़ के बोलना अच्छा लगता है, ऐसे बोलिए. ചിലർക്ക് കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറയുന്ന സന്തോഷം, അവർ അങ്ങനെ പറയണം. कुछ लोग अपने हाथ सीने पे लगाकर वो बोलना चाहते हैं, ऐसे बोलिए. ചിലർക്കൊന്ന് മുട്ടുകുത്തി
മുട്ടുകുത്തി നിന്ന് പറയുന്ന സന്തോഷം അങ്ങനെ ചെയ്യണം. कुछ लोग घुटने पे खड़े होकर बोलना चाहते हैं, ऐसा करिए. ചില സമയത്ത് ഞാൻ കവിന്ന് വീണ് കിടന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത്. എനിക്ക് അന്നേരത്ത് അതാ സന്തോഷം, അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. कभी कभी मुझे लगता है कि मैं मुंह के बल गिर कर धरती पर गिर कर मैं प्रार्थना करूं, मुझे वही आनंद मिलता है. ഒരു ഫോർമാലിറ്റിയും ഇല്ലാതെ कोई फॉर्मेलिटी के बिना നിങ്ങളും ദൈവവും തമ്മിൽ ഏറ്റവും അടുക്കുവാൻ കൊള്ളാവുന്ന പോസ് എന്തോ ആ പോസ് എടുക്കണം. आप और परमेश्वर के मध्य में जो सबसे करीब आने वाली तरीका है, उस तरीके में आना है. ആത്മാർത്ഥതയുടെ അകത്തു നിന്ന് अपने हृदय की गहराई से യേശുവിന്റെ കാൽവരി ഏറ്റു പറയാൻ പോവാ. यीशु मसीह की उस क्रूस की संभावना को बोलने जा रहे हैं. അടുത്തിരിക്കുന്ന ആളിനൂടെ കേൾക്കത്തക്കതുപോലെ വേണം പറയാൻ. आपके पड़ोस में जो बैठते हैं उसको सुनने के लायक तरीके से ही बोलना है. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് തോന്നും ഇച്ചിരൂടെ ശബ്ദം എടുക്കണം. जब आप बोल रहे हैं तो आपको लगेगा कि आपको थोड़ा और आवाज उठा के बोलना है. അത് ആത്മാവ് നമുക്ക് തരുന്ന ശക്തിയാണ്. हो सकता है पवित्र तब आपको प्रेरणा दे रहे हैं, അത്രയും ബലത്തിൽ പറഞ്ഞു. उतना सामर्थ के साथ बोलना है. എന്താ നമ്മൾ ശരിയല്ലേ? ठीक है ना? मानिए, ആദ്യമേ നമ്മുടെ കുറവുകൾ ദൈവത്തോട് ഏറ്റു പറയണം. पहले हमारी गलतियों को प्रभु के सामने कबूल करेंगे. അത് വേറെ ആരും കേൾക്കണ്ട. ये दूसरे लोग सुनने की जरूरत नहीं है. ഏറ്റവും പതുക്കെ നിങ്ങളും ദൈവവും മാത്രം അറിയുന്നത് പോലെ आपकी गलतियों को मानने के लिए आप जब प्रार्थना करेंगे, आप और आपकी परमेश्वर के बीच में आवाज सुनने के समान. കർത്താവേ, ഞാൻ വിഗ്രഹാരാധന ചെയ്തു പോയിട്ടുണ്ട്. प्रभु, मैंने मूर्ति पूजा किया हूँ, ഞാൻ ആളുകളെ വഞ്ചിച്ചിട്ടുണ്ട്. मैं दूसरों को धोखा दिया हूँ, ഞാൻ ദൈവത്തിന്റെ വക ദൈവത്തിന് തരാതിരുന്നിട്ടുണ്ട്. आपकी जो चीजें मैंने चुरा लिया, आपको नहीं दिया. ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. मैंने ये बातें मैंने किया हूँ. എനിക്ക് ലൈംഗിക പാപങ്ങളുണ്ട്. यौन पाप में फंसा हुआ था. എന്നോട് ക്ഷമിക്കണം. प्रभु, मुझे माफ करना. എന്റെ പിതാക്കന്മാർ ഇത് ചെയ്തിട്ടുണ്ട്. मेरे माता पिता वो किए हैं. എന്റെ മാതാക്കൾ ഇത് ചെയ്തിട്ടുണ്ട്. मेरे माता पिता वो किए हैं. എന്റെ മേൽ കണക്കിടരുത്. मेरे पर वो गिनना नहीं प्रभु. എന്നോട് ക്ഷമിക്കണം. हमसे वो माफ करना. എന്റെ ദേശം ഇത് ചെയ്യുന്നുണ്ട്. हमारे इस देश वो कर रहे हैं. എന്റെ ഇഷ്ടപ്രകാരമല്ല. हमारी इच्छा के बगैर नहीं. എന്നോട് കണക്കിടരുത്. परंतु हमसे हमारे पर ഞാൻ ഇതിൽ നിന്ന് വെളിയിൽ വന്നിരിക്കും. प्रभु जी, मैं उससे बाहर आना चाहता ഞാൻ हूँ. യേശുവിന്റെ മാത്രം വഴിയിൽ നടന്നിരിക്കും. यीशु मसीह की रास्ते में ही मैं चलूंगा. ഇന്ന് ഈ രാത്രിയിൽ ദൈവവുമായി നമുക്കൊന്ന് രമ്യപ്പെടാം. यदि आप परमेश्वर के साथ एक समझौते पे आ सकते हैं तो നമ്മുടെ ജീവിതത്തിന്റെ കുറവ് വശങ്ങൾ ദൈവത്തോട് ഏറ്റുപറയാം. अपने जिंदगी की हर कमियों को प्रभु के सामने कबूल कीजिए. എല്ലാ കണ്ണുകളും അടയട്ടെ. हर एक आंखें बंद रहने पाए. കൈ ഉയർത്തേണ്ടവർ ഉയർത്തിക്കോ, കൈ കൂപ്പേണ്ടവർ കൂപ്പിക്കോ. അവരവരുടെ കുറവുകൾ ദൈവത്തോട് ഏറ്റുപറയാം. आपको जिस शैली में बात करना है, प्रार्थना करना है, उस शैली में ही आपको बोलिएगा. ദൈവവുമായി ഏറ്റവും അടുത്തിരിക്കാൻ കൊള്ളാവുന്ന പോസ് എടുത്തു. आपको परमेश्वर के करीब आने के लिए जो पोस जरूरी है वो पोस ले लीजिएगा. കർത്താവേ, ഈ ജനത്തെ സകലതും ഓർമ്മിപ്പിച്ചു കൊടുക്കണേ, അവരോട് ക്ഷമിക്കണേ. प्रभु, हम इस लोगों के लिए हम प्रार्थना कर रहे हैं, आप उनको याद दिलाइए. അടിയൻ ഈ ജനത്തിനു വേണ്ടി അങ്ങയോട് അപേക്ഷിക്കുന്നു. मैं इन लोगों के लिए मैं प्रार्थना कर रहा हूँ. അങ്ങയുടെ പുരോഹിതന്മാർ യാഗപീഠത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അപേക്ഷിക്കുന്നത് ചെയ്തു വരുന്ന കർത്താവേ, अपने पुरोहित लोग या इस बलिपीठ के सामने खड़े होकर जब प्रार्थना करते हैं तो आप उनके लिए करके देने वाले परमेश्वर ഈ हैं. ജനത്തിന്റെ കുറവുകൾ ക്ഷമിക്കണമേ. इन लोगों के पापों को आप माफ कीजिए. ഇവർക്ക് വേണ്ടി തിരുമുമ്പിൽ നിൽക്കുന്ന അടിയന്റെ കുറവുകൾ അടിയനോട് ക്ഷമിക്കണേ. इनके लिए खड़ा हुआ प्रभु, मेरे पापों को आप माफ कीजिएगा. ഒരുപാട് പാപങ്ങൾ ജീവിതത്തിൽ വന്നുപോയി കർത്താവേ. अनेक पाप हमारी जिंदगी में आ गया है. കർത്താവേ, അറിഞ്ഞും അറിയാതെയും പലതും വന്നുപോയി. वो जो किया हुआ जाने अनजाने में बहुत सारे पाप किए हैं प्रभु. അടിയനോട് ക്ഷമിക്കണേ. मुझसे आप क्षमा कीजिए. ഈ ജനത്തോട് ക്ഷമിക്കണേ. इन लोगों को आप क्षमा कीजिए. ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ ക്ഷമിക്കണമേ. हमारे माता पिताओं की पितरों की पापों को क्षमा ഞങ്ങളുടെ कीजिए. മാതാക്കളുടെ അകൃത്യങ്ങൾ ക്ഷമിക്കണേ. प्रभु, हमारी माता पिता के अपराधों को क्षमा कीजिए. ദൈവകൃപ അടിയങ്ങളുടെ മേൽ പകരണമേ. प्रभु, आपकी अनुग्रह हमारे पर उड़ेलने पाए. എല്ലാ നന്മകളാലും ഞങ്ങളെ നടത്തണമേ. सारी भलाइयों से हमें चलाइए प्रभु. ഈ ജനത്തോട് അങ്ങ് മനസ്സലിയണേ. इन लोगों के ऊपर आपकी करुणा होने അത് पाए. യേശുവിന്റെ നാമത്തിൽ തന്നെ. वो यीशु मसीह के नाम से ആമേൻ. आमेन. തുടർന്ന് നമുക്ക് യേശുവിന്റെ കാൽവരി ഏറ്റുപറയാം. हम यीशु मसीह की इस कलवारी की संभावना को बताएंगे. യേശുവിന്റെ കാൽവരിയുടെ സാധ്യതകൾ ഏറ്റുപറയാം. यीशु मसीह कलवारी से इस क्रूस की संभावनाएं बताएंगे. मैं आपके लिए ये बातें दोहराऊंगा. मैं जब रोकूंगा, आप मेरे पीछे पीछे होकर आप आवाज उठाकर जिस शैली में आपको आना चाहते हैं, दिल से, मन के अंदर से आप प्रार्थना कीजिएगा. मैं आपके लिए इस बातों को दोहराना चाहता हूँ. हम लोग मिलकर प्रार्थना करेंगे और बोलेंगे, ये यीशु मरा, हमें अनंत जीवन मिला. यीशु हमारे लिए दंडित हुआ, हमें यीशु मसीह में क्षमा मिला. यीशु मसीह हमारे लिए कोड़े का है, उनके कोड़े काने से हम चंगे हुए. यीशु हमारे लिए कोड़े का है, उनके कोड़े काने से हम चंगे हुए. यीशु निंदित हुआ, यीशु मसीह के कारण हम पिता के द्वारा सम्मानित हुआ. यीशु मसीह के कारण
पिता के द्वारा हम सम्मानित हुआ। यीशु त्यागा गया, परमेश्वर हमें अपना बेटे बनाए। यीशु पिता के द्वारा त्यागा गया, परमेश्वर के बच्चों के रूप में हमें स्वीकार किए। यीशु अपमानित हुआ, हमें ऊंचाई में ले आए। यीशु गरीबी को सहा, हमें संपन्न बनाए। यीशु हमारे लिए श्रापित हुआ, हमें आशीष दिए। यीशु हमारे लिए श्रापित हुआ, हमें आशीष दिए। हम मसीह में एक नई सृष्टि है। हम मसीह में एक नई सृष्टि है। परमेश्वर के घराने के अधिकारी ठहरे। आज हम यीशु मसीह में आशीषित है। हमारे अपराधों को क्षमा किया गया। पिता परमेश्वर ने हमें अपने बेटे के रूप में स्वीकार किए। आज हम नई सृष्टि है, उनके घराने की अधिकारी ठहरे। हम जो कुछ करते हैं वह आज से संभव होगा, वो आज से सफल होगा। आज से हम हर समय पर फलवंत होंगे। हर समय पर आज से हम फलवंत होंगे। ये यीशु मसीह के नाम से ऐसे ही होगा, ऐसे ही होगा, ऐसे ही होगा, ऐसे ही होगा। കർത്താവേ, സ്വർഗത്തിലെ ദൈവം അടിയനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക അധികാരത്തിൽ നിന്ന് परमेश्वर ने जो मुझे दिया वो अधिकार में खड़ा होकर ഈ ഹിന്ദി കോൺഗ്രിഗേഷനിൽ ഉള്ളവരുടെ മേൽ വ്യാപരിക്കുന്ന ശാപത്തിന്റെ കെട്ടുകളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുകയാണ്। इस हिंदी कलीसिया के ऊपर जो खड़े हुए सारे लोगों के ऊपर जो ठहरा हुआ श्रापों को आज यीशु के नाम से मैं तोड़ रहा हूं। ദേശത്തെ തല ഉയർത്തുന്ന അന്ധകാര ശക്തിയെ കീഴടങ്ങി മാറ്। इस देश में खड़ा हुआ दुष्ट शक्तियां हमेशा के लिए नीचे गिर जाए। ദൈവജനത്തിന്റെ മേൽ സ്വാധീനത വരുത്തുന്ന ദുഷ്ട വ്യാപാരമേ കെട്ടുമാറ്। परमेश्वर के लोगों के ऊपर अधिकार चलाने वाले सारी शक्तियां हमेशा के लिए हट जाए। ജനം സ്വതന്ത്രമാകാം। ये लोग आजाद होने पाए। ये लोग आजाद होने സഭ पाए। സ്വതന്ത്രമാകാം। इस कलीसिया आजाद होने സഭ पाए। സ്വതന്ത്രമാകാം। कलीसिया आजाद होने पाए। സഭകൾ വളരാം। इस कलीसिया बढ़ने पाए। പട്ടണത്തിൽ സഭകൾ വളരാം। इस शहर में कलीसिया बढ़ने പട്ടണത്തിൽ पाए। സഭകൾ വളരാം। कलीसियाएं बढ़ने पाए। അത് യേശുവിൻ നാമത്തിൽ वो यीशु मसीह के नाम से ആമേൻ। आमीन।